പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ആദ്യമായി സ്വാഗതം ശ്രീ ഹരീന്ദ്രനാഥ് AS. അതിനായി പ്രിയപ്പെട്ട ഹരി സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളും. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സുവർണ ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന കാലിക്കറ്റ് ബുക്ക് ക്ലബിനെ സംബന്ധിച്ച് അതിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. പ്രശസ്ത മാർക്സിസ്റ്റ് സൈദ്ധാന്തികനും അധ്യാപകനും സാഹിത്യ നിരൂപകനുമെല്ലാമായ കോഴിക്കോടിൻ്റെ നിറസാന്നിധ്യമായ ഡോക്ടർ PK പോക്കർ സാറിൻ്റെ എരിക്കിൻ തീ എന്ന ആത്മകഥാപരമായ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കാൻ കാലിക്കറ്റ് ബുക്ക് ക്ലബിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞെന്നത് ഏറെ അഭിമാനത്തോടെയാണ് ഞങ്ങൾ കാണുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 7 പതിറ്റാണ്ടിലേറെ കാലമായി മലയാളി വായനക്കാരുടെ ഹൃദയത്തിൽ നിത്യസാന്നിധ്യമായ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ T പത്മനാഭൻ സാറിൻ്റെ സാന്നിധ്യം ഏറെ മഹനീയമായ ഒന്നാണ്. ഒരു മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ സ്വന്തം ജീവിതം എഴുതുമ്പോൾ മറ്റ് ആത്മകഥകളിൽ നിന്നും വ്യത്യസ്തമായി സമൂഹവും രാഷ്ട്രീയവും സംസ്കാരവുമെല്ലാം അതിസൂക്ഷ്മമായി വിലയിരുത്തപ്പെടുമെന്ന് നമുക്കറിയാം. PK പോക്കർ സാറിൻ്റെ എരിക്കിൻ തീയും അത്തരത്തിൽ ചരിത്രത്തെ അടയാളപ്പെടുത്തിയിടുന്ന ഒരു പുസ്തകമാണ്. ഓർക്കാട്ടേരിക്കടുത്തുള്ള ചെമ്പറപ്പാലം മുതൽ തൻ്റെ ജീവിതത്തിൽ താൻ കടന്നുപോയ മഹാമേരുക്കളായ സൈദ്ധാന്തിക വ്യക്തിത്വങ്ങളെ വരെ ഏറ്റവും മികച്ച രീതിയിൽ ആ പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സംവാദത്തിനായി അർത്ഥവിരാമത്തോടെ അവസാനിപ്പിക്കുന്ന ആ പുസ്തകത്തിനായി ഈ വേദി ഒഴിഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, അതിൻ്റെ ചർച്ചയ്ക്കായി ഒഴിഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇന്ന് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് മലയാള കഥയുടെ കുലപതി എന്ന് T പത്മനാഭൻ സാറിനെ വിശേഷിപ്പിച്ച MP വീരേന്ദ്രകുമാർ സാറിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഓഡിറ്റോറിയത്തിലേക്കാണ്. സാർ, ഹൃദ്യമായ സ്വാഗതം കാലിക്കറ്റ് ബുക്ക് ക്ലബിന് വേണ്ടി സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് കാലിക്കറ്റ് ബുക്ക് ക്ലബിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് കാലിക്കറ്റ് ബുക്ക് ക്ലബിൻ്റെ സെക്രട്ടറി കൂടിയായ ഡോക്ടർ NM സണ്ണിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെയധികം അദ്ദേഹത്തിൻ്റെ ഒരു കഷ്ടപ്പാടിൻ്റെ ശേഷിപ്പാണ് ഇന്ന് മികച്ച രീതിയിലുള്ള ഈ ഒരു സംഘാടനം. ഔപചാരികതയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും അദ്ദേഹത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, കഥയുടെ കുലപതി മിന്നൽ കഥകളുടെ പെരുന്തച്ഛന് കൈമാറിയാണ് ഈ പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത്. പ്രിയപ്പെട്ട PK പാറക്കടവ്, ഈ വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് മുഖ്യപ്രഭാഷണം നടത്തുവാനായി എത്തിയിട്ടുള്ളത് ഡോക്ടർ ഖദീജ മുംതാസ് ആണ്. കോഴിക്കോടുകാർക്ക് വിശേഷിച്ച് മേഡത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാലിക്കറ്റ് ബുക്ക് ക്ലബിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ രക്ഷാധികാരി കൂടിയായ മലയാളികളുടെ ഉള്ളിലെ നിറസാന്നിധ്യമായ ഡോക്ടറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏതൊരു വേദിയും കാത്തിരിക്കുന്നത് തൻ്റെ ആറ്റിക്കുറുക്കിയ വാക്കുകളിലൂടെ ചിന്തയുടെ പുതിയ ലോകത്തേക്ക് ആളുകളെ പിടിച്ചു നടത്തി ശീലിച്ചിട്ടുള്ള KN വാക്കുകൾക്കാണ്. ഇന്ന് പ്രഭാഷണത്തിനായി KN നമ്മളോടൊപ്പമുണ്ട്. KN, ഹൃദ്യമായ സ്വാഗതം ഈ വേദിയിലേക്ക്. ഇന്നത്തെ മുഖ്യാതിഥി നമുക്കറിയാം, ഈ പുസ്തകത്തിൻ്റെ രചയിതാവ്. തൻ്റെ കഴിഞ്ഞ 7 പതിറ്റാണ്ടോളമുള്ള ജീവിതത്തിലെ അനുഭവങ്ങളെ, ചരിത്രത്തെ, സാംസ്കാരിക പ്രവർത്തനത്തെ എല്ലാം വസ്തുനിഷ്ഠമായി വിലയിരുത്തുകയും വായനയ്ക്കായി അവ തുറന്നു വയ്ക്കുകയും സംവാദങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകം അവസാനിപ്പിക്കുകയും ചെയ്ത ഡോക്ടർ PK പോക്കർ സർ, സ്വാഗതം. നമുക്ക് പുസ്തക പരിചയം നടത്തുന്നത് നവീൻ പ്രസാദ് അലക്സ് ആണ്. പുസ്തകത്തെ വിലയിരുത്തപ്പെടേണ്ട വളരെ മികച്ച രീതിയിൽ വായനാനുഭവം നൽകുന്ന ഈ പുസ്തകത്തെ അവതരിപ്പിക്കുവാനായി അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്ന കാലിക്കറ്റ് ബുക്ക് ക്ലബിൻ്റെ ട്രഷറർ കൂടിയായിട്ടുള്ള വിൻസെൻ്റ് സാമുൽ സാറാണ്. കഴിഞ്ഞ എത്രയോ കാലമായി കോഴിക്കോടിൻ്റെ സാംസ്കാരിക മേഖലയ്ക്ക് സുപരിചിതനായ അദ്ദേഹത്തെയും ഔപചാരികതയ്ക്ക് പേരിൽ മാത്രം ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ പോക്കർ സാറിൻ്റെ കുടുംബാംഗങ്ങളുണ്ട്, അടുത്ത സുഹൃത്തുക്കളുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച DC ബുക്സിൻ്റെ അവരുമായി ബന്ധപ്പെട്ട ഓഫീസറിൽ നിന്നുള്ള ആളുകളുണ്ട്. മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം ഈ പുസ്തകത്തിൻ്റെ സംവാദത്തിലേക്ക്, ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഡോക്ടർ NM സണ്ണിയെ
അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവർ, കാലിക്കറ്റ് ബുക്ക് ക്ലബ് അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ മലയാളത്തിൻ്റെ ഏറെ പ്രിയങ്കരനായ ചെറുകഥയുടെ കുലപതി എന്നറിയപ്പെടുന്ന സാക്ഷാൽ പപ്പേട്ടൻ തന്നെ ഇന്ന് ഈ വേദിയിൽ സന്നിഹിതനാണ് എന്നത് കാലിക്കറ്റ് ബുക്ക് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ചാരിതാർത്ഥ്യവും ആവേശവും ഊർജവും പ്രദാനം ചെയ്യുന്ന ഒന്നാണ് എന്ന് ആദ്യമേ സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഇവിടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളത്തിൻ്റെ ഏറെ പ്രിയങ്കരനായ ശ്രീ പപ്പേട്ടനാണ്. നമുക്കറിയാം, കുട്ടികളെ ഉറക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മമാർ കഥ പറയും, അതുപോലെ തന്നെ താരാട്ട് പാടുകയും ഒക്കെ ചെയ്യും. അങ്ങനെയാണ് കുട്ടികളെ ഉറക്കാൻ ശ്രമിക്കുക. കുട്ടികൾ കുറച്ച് മുതിർന്നു കഴിയുമ്പോഴും ചിലപ്പോഴെങ്കിലും കുട്ടികളോട് പറയാം, അമ്മ പണ്ട് പറഞ്ഞ കഥ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുമോ, പറയാമോ എന്ന് ചോദിക്കും. സ്വാഭാവികമായിട്ടും അമ്മ അന്ന് പറഞ്ഞ കഥ ഒരുപക്ഷെ മറന്നു പോയിട്ടുണ്ടാകും. പക്ഷേ കുട്ടികൾ ആ കഥ ഓർത്തു വയ്ക്കും. മലയാളത്തിൻ്റെ എക്കാലത്തെയും ശ്രദ്ധേയനായ പപ്പേട്ടൻ കഥ പറഞ്ഞു തുടങ്ങിയിട്ട് ഏതാണ്ട് 7 പതിറ്റാണ്ടിലേറെ കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇപ്പോഴും മലയാളികളോട് കഥ പറയുന്നുണ്ട്. കേവലം മലയാളികൾ മാത്രമല്ല ആ കഥ കേൾക്കുന്നത്, ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യർ, കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും തന്നെ ആ കഥ കേൾക്കുന്നു. കുട്ടികൾ കഥ കേൾക്കുമ്പോൾ കഥ കേട്ടുറങ്ങുന്നവരാണ്. പക്ഷേ പപ്പേട്ടൻ്റെ കഥ കേൾക്കുന്ന മലയാളികൾക്ക് പലപ്പോഴും ഉറക്കം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അതിൻ്റെ കാരണം ജീവിതവുമായി ബന്ധപ്പെട്ട കഥകളാണ്, ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളാണ് പപ്പേട്ടൻ എക്കാലത്തും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട കഥകൾ അത്ര പരിചിതമല്ലാതിരുന്ന കാലത്ത് 1954 മഖൻ സിംഗിൻ്റെ മരണം എന്ന ഒരു കഥ നമുക്കറിയാം. ഇന്ത്യ വിഭജനത്തിൻ്റെ മുറിവുകൾ അടയാളപ്പെടുന്ന ധാരാളം കഥകൾ ഇന്ത്യൻ ഭാഷകളിൽ ഉണ്ടായിട്ടുണ്ട്. ആ കഥകളൊക്കെ തന്നെ ഇന്ത്യൻ ഭാഷകളിൽ ഉണ്ടാവുമ്പോഴും അത് മലയാളത്തിൽ വിഭജനത്തിൻ്റെ മുറിവുകളുമായി ബന്ധപ്പെട്ട കഥകൾ അധികമൊന്നും പരിചിതമായിരുന്നില്ല. അത്രയധികം കഥകളൊന്നും മലയാളത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ മഖൻ സിംഗിൻ്റെ മരണം എന്ന കഥ ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട, വിഭജനത്തിൻ്റെ മുറിവുകളുമായി ബന്ധപ്പെട്ട കഥ വേറിട്ട് നിൽക്കുന്നതും മലയാളി വായനക്കാർക്ക് ഒരു പുതിയ ഭാവുകത്വത്തിലേക്ക് ആ വായനയെ എത്തിക്കുന്നതിനും സാധിച്ചു എന്ന് നമുക്കറിയാം. ഇന്ത്യ വിഭജനത്തിൻ്റെ കഥകൾ എമ്പാടും പറഞ്ഞിട്ടുള്ള കഥകൾ നമുക്ക് സാദത്ത് ഹസൻ മാന്തോവിൻ്റെ കഥകളാണ് പ്രധാനമായിട്ട് ആ കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ളത്. മാന്തോവിൻ്റെ കഥകൾ മലയാളത്തിലേക്കും പരിഭാഷപ്പെടുത്തി മാതൃഭൂമി തന്നെ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണ സോപത്തിയുടെ കഥകളുണ്ട്, ഭീഷ്മസാഹനിയുടെ കഥകൾ, അങ്ങനെ നിരവധി കഥകൾ, നിരവധി ഭാഷകളിലെ കഥകൾ, യശ്പാലിൻ്റെ അടക്കമുള്ള കഥകൾ, ഇന്ത്യ വിഭജനത്തിൻ്റെ കഥകളുണ്ട്. അത്തരമൊരു കഥ അടക്കമുള്ള കഥാലോകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് 7 പതിറ്റാണ്ട് കാലം അദ്ദേഹം നമ്മുടെ മുന്നിൽ നിന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പ്രകാശം പരത്തുന്ന പെൺകുട്ടി, മഖൻ സിംഗിൻ്റെ മരണം 1954 കഥ എഴുതിയെന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു. സാക്ഷി, കടൽ, ഗൗരി, നളിനകാന്തി തുടങ്ങിയ നിരവധി കഥകൾ, സമാഹാരങ്ങൾ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്, ലോക കഥാസാഹിത്യത്തിന് സമ്മാനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഇവിടെ പപ്പേട്ടൻ്റെ സാന്നിധ്യം, പപ്പേട്ടൻ്റെ വാക്കുകൾ കേൾക്കാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു. ദീർഘമായി അധ്യക്ഷ ഭാഷണം നടത്തേണ്ട സന്ദർഭമല്ല എന്ന് അറിയാം. നേരത്തെ സ്വാഗത ഭാഷകൻ സൂചിപ്പിച്ചതുപോലെ മലയാളത്തിലെ നമ്മുടെ ഒരു പരിചയപ്പെടുത്തലിന് ആവശ്യമില്ലാത്ത ഒരു മാർക്സിസ്റ്റ് സൈദ്ധാന്തികനായിട്ടുള്ള, എഴുത്തുകാരനായിട്ടുള്ള, സാഹിത്യ നിരൂപകനായിട്ടുള്ള പോക്കർ മാഷിയുടെ ആത്മകഥയാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും മലയാളത്തെ വല്ലാതെ പിടിച്ചു കുലുക്കിയ 2-3 ആത്മകഥകൾ ഈ അടുത്ത കാലത്ത് വരികയുണ്ടായിട്ടുണ്ട്.
നമുക്ക് കുഞ്ഞാമ്മൻ്റെ എതിര് നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ് വാസ്തവത്തിൽ ആത്മകഥകൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നത്. ലിംബാള തന്നെ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സർഗാത്മക രചനകൾ തന്നെ സ്വീകരിക്കപ്പെടാതൊരു വന്നിരുന്നു. കാരണം ഇത് വായനക്കാർ വിശ്വസിക്കുന്നില്ല ഇത് ആത്മകഥയാണോ അദ്ദേഹത്തിൻ്റെ ജീവിതമാണോ എന്ന്. വിശ്വസിക്കാത്തൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ആത്മകഥ എഴുതേണ്ടി വന്നു എന്ന് മാതൃഭൂമിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ ശരൺകുമാർ ലിംബാള സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഡോക്ടർ പി കെ പോക്കർ തൻ്റെ ആത്മകഥ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞാമ്മൻ്റെ ആത്മകഥ മാത്രമല്ല, കെ കെ കൊച്ചിൻ്റെ ദലിതനും അതുപോലെയുള്ള ആത്മകഥകൾ മലയാള വായനക്കാരെ എമ്മാതിരിയാണ് അതിൻ്റെ ഒരു മലയാളത്തിൻ്റെ നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് അത് വലിച്ചു പുറത്തിട്ടത് എന്നും എങ്ങനെയാണ് അത് ജനങ്ങളിലേക്ക് എത്തിച്ചത് എന്നും എവണ്ണമാണ് അത് അടയാളപ്പെടുത്തിയെന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ആത്മകഥയെക്കുറിച്ച് 1-2 വാചകങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. വാസ്തവത്തിൽ പി കെ പോക്കറിനെ പോലെ ഒരു ദാർശനികൻ തൻ്റെ ആത്മകഥ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വ്യക്തിജീവിതമല്ല കൂടുതൽ നിഴലിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിസരവും രാഷ്ട്രീയ ബോധ്യങ്ങളും അദ്ദേഹം അതിനകത്ത് ഈ ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. വ്യക്തിജീവിതം സ്വാഭാവികമായിട്ടും ഓർക്കാട്ടേരി എന്ന ഗ്രാമവും ആ ഗ്രാമത്തിൻ്റെ പരിസരവും ആ ആളുകളൊക്കെ ആയിട്ട് അതിനുശേഷമുള്ള ബ്രണ്ണൻ കാലത്തെക്കുറിച്ചും സർവകലാശാല ജീവിതത്തെക്കുറിച്ചുമൊക്കെ തന്നെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചും രാഷ്ട്രീയമായ ബോധ്യങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ അദ്ദേഹം അവിടെ നല്ല രീതിയിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ഒപ്പം കോഴിക്കോട് സർവകലാശാലയിലെ EMSറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയും വിയറ്റ്നാമിലേക്കുള്ള യാത്രകളും, അതുപോലെ മണിപ്പൂരിലെ ഈ വംശഹത്യയ്ക്ക് ശേഷമുള്ള മണിപ്പൂരിലേക്കുള്ള യാത്രകളും, അതിൽ ഐസക് യുപ്പിൻ്റെ കഥയെക്കുറിച്ചുള്ള പരാമർശമൊക്കെ തന്നെ അദ്ദേഹം ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ജീവിതത്തെക്കുറിച്ചും ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ചും ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള ആലോചനകൾ ഈ പുസ്തകത്തിൽ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ഇതിൽ അദ്ദേഹം പരിചയപ്പെടുത്തുന്ന കുറച്ച് ദാർശനികരുണ്ട്. ഫ്രെഡറിക് ജെയിംസൺ പരിചയപ്പെടുത്തലല്ല, വാസ്തവത്തിൽ ഒരു ദാർശനികൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ദാർശനിക പരിസരം, മാർക്സിസ്റ്റ് ചിന്തകൾ സ്വാഭാവികമായിട്ടും ആ എഴുത്തിലൂടെ മുന്നോട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എനിക്കേറെ കൗതുകകരമായി തോന്നിയിട്ടുള്ള സാർത്തറിനെ കുറിച്ചും ദരിദ്രയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ നമ്മളെല്ലാവർക്കും പരിചയമുള്ള ദാർശനികൻ്റെ ഒക്കെ തന്നെ MN വിജയമാഷയെക്കുറിച്ചുള്ള അടുപ്പം അദ്ദേഹം നല്ല രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലാവോ സിസക്കിനെ കുറിച്ചും സിസക്കിനായി ബന്ധപ്പെട്ടുള്ള ചിന്തകളെക്കുറിച്ചും അദ്ദേഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. വ്യക്തിജീവിതം, ഔദ്യോഗിക ജീവിതം, അതേപോലെ തന്നെ സാംസ്കാരികമായ ഇടപെടലുകൾ, എല്ലാം തന്നെ ഇഴകേറി പരിശോധിക്കുന്ന തരത്തിലുള്ള ഒരു ആത്മകഥാ ഗ്രന്ഥമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. വളരെ ആദരവോടുകൂടി ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ആദരണീയനായ പപ്പേട്ടനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന കാലിക്കറ്റ് ബുക്ക് ക്ലബിൻ്റെ ഒരു ഉപഹാരം പ്രിയങ്കരനായ പപ്പേട്ടന് സമ്മാനിക്കുകയാണ്. ആദരപൂർവ്വം അത് സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കും. ശ്രീ പോക്കർ ഒരു പ്രശസ്തനായ മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ ആണ് എന്ന് പറയുന്നു. ഈ മാർക്സിസവും സൈദ്ധാന്തികവും എനിക്കറിയില്ല. പക്ഷേ പോക്കറെ കുറിച്ച് എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു നല്ല മനുഷ്യൻ, ധീരനായ ഒരു മനുഷ്യൻ, തൻ്റെ അഭിപ്രായങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവയൊക്കെ ആരുടെ മുമ്പിലും ഭയലേശമില്ലാതെ പറയുവാൻ കഴിയുന്ന ഒരു മനുഷ്യൻ. സോ ഇതിലപ്പുറം എന്താണ് വേണ്ടത്? നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ആളുകളുടെ എണ്ണം അനുദിനം കുറഞ്ഞു വരുന്ന ഒരു കാലമാണിത്. ഭാഗ്യാന്വേഷികളായ ചെറുപ്പക്കാർ, വയസ്സന്മാരുടെ കഥ വിട്, ഭാഗ്യാന്വേഷികളായ ചെറുപ്പക്കാരിലാണല്ലോ
നമ്മുടെ നാടിൻ്റെ ഭാവി. ഈ ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന നാളുകളാണ് നാം കാണുന്നത്. അപ്പോഴാണ് ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നത് കളവാണ്, ഇത് ശരിയല്ല എന്ന്. ഇതിലപ്പുറം എന്താണ് സുഹൃത്തുക്കളെ വേണ്ടത്? മാർക്സിസ്റ്റ് സൈദ്ധാന്തികന്മാരുണ്ടാകും, ഇതൊക്കെ എഴുതാൻ കഴിയും. കേരളത്തിൽ വേറെയും ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ അത്യന്തം ദയനീയമാണ്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. ഇതിൽ തീർത്തും എതിരായ ഒരു നിലപാടാണ് ജീവിതത്തിൽ എന്നും പോക്കർ കൈക്കൊണ്ടിട്ടുള്ളത്. ഈ കാരണങ്ങളാലൊക്കെയാണ് ഇന്ന് ഞാനിവിടെ വന്നത്. സത്യത്തിൽ ഇന്നലെയുണ്ടായ ഒരു സംഭവത്താൽ എനിക്ക് വരാൻ കഴിവില്ല എന്നതാണ്. ഞാൻ പകുതി മരിച്ച ഒരു ദിവസമായിരുന്നു ഇന്നലെ. പകുതി മരിച്ച ഒരു സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിന് പോയി. സുഹൃത്ത് സാഹിത്യകാരനോ അതല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിൽ പെടുന്ന ആളോ ഒന്നുമല്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട, എത്രയോ കാലമായി അറിയുന്ന. അദ്ദേഹം വീട്ടിൽ വന്ന് പറഞ്ഞു വരണം. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരും എന്ന്. അത് മിനിഞ്ഞാന്ന് ഞാൻ എറണാകുളത്ത് ഒരു പരിപാടിയുള്ളത് നിർത്തിവെച്ചിട്ട് ഒരു പുരസ്കാരം ലഭിക്കുന്നത് വാങ്ങാതെ ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടു. അത് ആ കല്യാണത്തിൽ പങ്കെടുക്കാനായിരുന്നു. 4000-ലധികം ആളുകൾ പങ്കെടുത്ത ഒരു കല്യാണം. 4000. ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ളവർ, യൂണിയൻ മിനിസ്റ്റർമാർ, പഴയവർ പുതിയവർ, രാഷ്ട്രീയ നേതാക്കൾ, എല്ലാ കക്ഷികളിലുമുള്ള പഴയ മന്ത്രിമാർ, പുതിയ മന്ത്രിമാർ, പഴയ MLA-മാർ, പുതിയ MLA-മാർ, ഗവർണർമാർ, ഇവരൊക്കെ തിങ്ങി നിറഞ്ഞ ഒരു ഓഡിറ്റോറിയത്തിൽ ഞാൻ അവസാനം വരെ ഇരുന്നു. കാരണം ആ വ്യക്തിയോട് എനിക്ക് അത്ര ഇഷ്ടമാണ്. വധുവിൻ്റെ അച്ഛനോട് അത്രമാത്രം ബഹുമാനവുമാണ്, ഇഷ്ടവുമാണ്. ഒടുവിൽ ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ മടങ്ങാൻ പാടുള്ളൂ എന്ന നിർബന്ധത്താൽ ഭക്ഷണശാലയിലേക്ക് പോയി. കുറേ നടക്കണം. എനിക്ക് നടക്കാനൊന്നും കഴിയുകയില്ല. കഴിഞ്ഞ ഒരു കൊല്ലത്തിലടക്ക് 1-2 മാരകമായ വീഴ്ചകൾ. ഒരു വീഴ്ച വീട്ടിൽ നിന്ന് തന്നെ, മറ്റൊന്ന് വളരെ കഠിനമായ ഒരു സ്ട്രോക്ക്. മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ്. ഈ ഹാളിൽ എത്രയോ തവണ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ നിന്നിട്ടേ പ്രസംഗിച്ചിട്ടുള്ളൂ. സ്ട്രോക്കിന് ശേഷം അത് കഴിയാതെയായി. എൻ്റെ ശബ്ദം തീർത്തും വ്യത്യസ്തമായി. നടക്കാൻ കഴിയില്ല എന്ന നില വന്നു. എന്നിട്ടും ആ ഭക്ഷണശാലയിലേക്ക്
ഏറെ നടക്കേണ്ടി വന്നിരുന്നു. ഏറെ എങ്ങനെയോ 4 വറ്റ് വാരി കഴിച്ച് പിന്നീട് കാർ പാർക്കിംഗ് സ്ഥലത്തേക്കൊന്ന് നടന്നു. അവിടെ എത്തിയപ്പോൾ ഏതാണ്ട് ബോധം മറഞ്ഞു കഴിഞ്ഞിരുന്നു. ഒരു കസേരയിലിരുത്തി ഏതാനും മനുഷ്യസ്നേഹികൾ എന്നെ കാറിലെ സീറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കാറിൽ സ്ഥാപിച്ചു. പകുതി ബോധമേ ഉണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് സംസാരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ മനസ്സിൽ ഒരു വിഷമമേ ഉണ്ടാവുള്ളൂ. നാളെ പോക്കറുടെ ഈ ചടങ്ങിന് വരാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന്. അർദ്ധബോധാവസ്ഥയിൽ ഞാൻ കിടക്കുമ്പോൾ ഡ്രൈവറായ എൻ്റെ സുഹൃത്ത് രാമചന്ദ്രൻ പറഞ്ഞു, ആശുപത്രിയിൽ പോകട്ടെ, ആശുപത്രിയിൽ പോകട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട. പിന്നീട് സംസാരിക്കാനും കഴിഞ്ഞില്ല. വീട്ടിൽ എങ്ങനെയോ എത്തി എന്നെ പിടിച്ച് കിടക്കയിൽ കൊണ്ടുപോയി കിടത്തി. അപ്പോഴും മനസ്സിൽ മുഴുവനും ഈ ഒരു വ്യാകുല ചിന്തയേ ഉണ്ടായിരുന്നു. ഇന്ന് പോക്കറുടെ ഈ പുസ്തകം പ്രകാശിപ്പിക്കുവാൻ വരാൻ കഴിയുമോ എന്ന്. ഒരു 3-4 മണിക്കൂർ ഞാൻ സുഖമായി ഉറങ്ങി. എഴുന്നേറ്റപ്പോൾ എൻ്റെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ എന്നെ വിട്ടിരുന്നു. ഞാൻ ദൃഢചിത്തനായി ഇവിടെ വരുമെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഇവിടേക്ക് വന്നത്. ഈ മാർക്സിസ്റ്റ് സിദ്ധാന്തകനെ കാണാനൊന്നുമില്ല. എനിക്ക് ധാരാളം സിദ്ധാന്തക്കാരെ അറിയാം. പറയുന്നതൊന്ന്, ചെയ്യുന്നതൊന്ന്. മഹാകള്ളന്മാർ എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ തന്നെയുള്ള പരമകള്ളന്മാർ. ദൂരത പരിവർജയൽ എന്ന് പറയേണ്ടുന്ന ചരക്കുകൾ. പോക്കർ സാഹിബ് എനിക്ക് മാപ്പ് തരണം. ബഷീറിൻ്റെ ഒരു കഥയുണ്ട്. ഞാൻ ബഷീറിനെ ഏറെ സ്നേഹിക്കുകയും എപ്പോഴും ബഹുമാനപൂർവ്വം മാത്രം സ്മരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മികച്ച കഥകൾ, നോവലുകൾ ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാനെപ്പോഴും ഓർക്കുന്നത് ഒരു മനുഷ്യൻ എന്ന ബഷീറിൻ്റെ കഥയാണ്. ഒരു മനുഷ്യൻ, ചെറിയ കഥ, വായിച്ചവർ എപ്പോഴും ഓർമ്മിക്കുന്ന കഥ. വായിച്ചിട്ടുള്ളവർ ഈ സദസ്സിലുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഞാൻ പറയുന്നു, ഇവിടെ ഇതാ ഒരു മനുഷ്യൻ, ഇവിടെ ഇതാ ഒരു മനുഷ്യൻ എന്ന്. മനുഷ്യരാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. ദാർശനികർക്ക് പിന്നീടാവാം, ദാർശനികനായിട്ടില്ലെങ്കിലും വിഷമമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഞാൻ ഈ പുസ്തകം ശ്രദ്ധാപൂർവം വായിച്ചു. പിന്നീട് പല പല ഭാഗങ്ങളും എടുത്ത് വായിച്ച് അയവിറക്കി. ദർശനങ്ങളല്ലാത്ത ഭാഗങ്ങളുണ്ട്. പിന്നെ ഇതിനൊക്കെ ഉപരിയായി ദീർഘകാലമായി അദ്ദേഹവുമായി പലപ്പോഴും ഇടപഴകുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ അന്തസ്സ് എന്നെ ഏറെ സ്വാധീനിച്ചിരുന്നു. മനുഷ്യനായാൽ അന്തസ്സ് വേണം, എളുപ്പമല്ല അത്. സത്യസന്ധനായ ഒരു മനുഷ്യനെ അന്തസ്സുണ്ടാവാൻ കഴിയുകയുള്ളൂ. ഈ കാരണത്താലൊക്കെയാണ് ഞാനിന്നിവിടെ വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഹ്ലാദകരവും അഭിമാനപൂർവവുമായ ഒരു നിമിഷമാണിത്. അതുകൊണ്ടാണ് എന്ത് വിഷമം വന്നാലും, കായികമായ എന്ത് വിഷമം വന്നാലും ഞാനിവിടെ വരും എന്ന ഒരു ദൃഢനിശ്ചയം എന്നിലുണ്ടായത്.
ഈ പുസ്തകത്തിൻ്റെ തലവാചകം എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പാറക്കടവിനെ വിളിച്ചു ചോദിച്ചു. പാറക്കടവിനും അത്ര പിടുത്തമില്ല. ഇതെന്താടോ രചിക്കുന്നി? ഒടുവിൽ ഗ്രന്ഥകർത്താവോട് തന്നെ വിളിച്ചു ചോദിച്ചു, അല്ല മാഷെ ഇതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അദ്ദേഹം വിവരിച്ചു തന്നപ്പോൾ തീർത്തും സാർത്ഥകമായ ഒരു തലക്കെട്ട് തന്നെയാണ് എന്നും എനിക്ക് തോന്നി. പക്ഷേ ഈ തലക്കെട്ടിൻ്റെ അർത്ഥം അസ്മാദൃശർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് പോക്കർ ഭാഷ അടുത്ത ലക്കത്തിലെങ്കിലും ഇതിൻ്റെ അടുത്ത എഡിഷനിലെങ്കിലും ഇതിൻ്റെ അർത്ഥം എന്നെ പോലുള്ള പാവങ്ങൾക്ക് മനസ്സിലാകുവാനായി എഴുതി ചേർക്കണം. എനിക്ക് ഏതായാലും എൻ്റെ സുദീർഘമായ ജീവിതത്തിൽ 97 വയസ്സ് എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. അടുത്ത എഡിഷൻ പുറത്ത് വരുമ്പോൾ ഇതൊന്ന് ദയവായിട്ട് എഴുതി ചേർക്കണം. എനിക്കിൻ്റെ അർത്ഥം ഞാൻ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹവുമായി അടുത്ത് പരിചയമുള്ള പാറക്കടവിനെ പോലെയും ഖദീജ മുംതസിനെ പോലെയും ഒക്കെയുള്ള ആളുകൾ ധാരാളമുണ്ട്. ഈ ചടങ്ങിന് എന്നെ ക്ഷണിച്ച കാലിക്കറ്റ് ബുക്ക് ക്ലബിൻ്റെ ഭാരവാഹികളോടും എനിക്കുള്ള അഗൈതവമായ നന്ദി സൂചിപ്പിച്ചുകൊണ്ട് ഖദീജ മുംതസ് സാറോടും നന്ദി സൂചിപ്പിച്ചു. പണ്ടേ അറിയാം, ഞാൻ ചോദിച്ചത് മറന്നുപോയോ എന്ന്. പണ്ടേ അറിയാം. അവർ തീർത്തും യോഗ്യയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാനോ ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാനോ. മനുഷ്യനായാൽ ഒന്നുകൂടി ഞാൻ പറയുന്നു, അന്തസ്സ് വേണം. സത്യസന്ധരായവർക്ക് മാത്രമേ അന്തസ്സ് ഉണ്ടാവുകയുമുള്ളൂ. ഞാൻ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പുസ്തകം ഏറ്റുവാങ്ങിയ പ്രിയ കഥാകൃത്ത് ശ്രീ പി.കെ. പാറക്കടവ് നമ്മോട് സംസാരിക്കും. ഡോക്ടർ അധ്യക്ഷത വഹിക്കുന്ന ഡോക്ടർ എൻ.എം. സണ്ണി, പ്രകാശനം ചെയ്ത പപ്പേട്ടൻ, ഹരീന്ദ്രനാഥ്, ഖദീജ മുംതാസ്, KN, നവീൻ പ്രസാദ്, ഡോക്ടർ P.K. പോക്കർ, വിൻസെൻ്റ് സാമുവൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എരിക്കിൻതി പപ്പേട്ടനിൽ നിന്ന് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. മികച്ച കഥകൾ എഴുതുക മാത്രമല്ല, നിർഭയമായി സത്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുന്ന പപ്പേട്ടൻ തന്നെയാണ് ഈ എരിക്കിൻതി പ്രകാശനം ചെയ്യാൻ ഏറ്റവും അർഹൻ. പൊള്ളിക്കുന്ന ജ്വാലയുടെ രൂപത്തിൽ മാത്രമേ സത്യം അവതരിച്ചിട്ടുള്ളൂ. പൊള്ളിക്കുന്ന ആത്മകഥയാണ് ഡോക്ടർ P.K. പോക്കറുടെ എരിക്കിൻതി. പ്രമുഖ ചിന്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ P.K. പോക്കർക്ക് നമ്മുടെ കാലത്ത് വലിയ പുരോഗമന വിപ്ലവകാരികളുടെ ഉള്ളിൽ പേറി നടക്കുന്ന മേൽക്കോയ്മ പ്രത്യയശാസ്ത്രത്തിൻ്റെ പുളിച്ച് തികട്ടലുകൾ അനുഭവിക്കേണ്ടി വന്ന, കാണേണ്ടി വന്ന അപ്പോഴുണ്ടായ സത്യസന്ധമായ വിലയിരുത്തലാണ് ഒരർത്ഥത്തിൽ എരിക്കിൻതി. അഡോണിസിൻ്റെ ഒരു കവിതയുണ്ട്. ഈ പൂവിനുള്ളിൽ ഒളിക്കുന്ന കാലമാണ് ഈ നൂറ്റാണ്ട് എന്ന് പറഞ്ഞ അഡോണിസിൻ്റെ ഒരു കവിതയുണ്ട്. നമ്മുടെ പുരോഗമന വിപ്ലവ കുപ്പായമണിഞ്ഞ ഒട്ടേറെ പേർ ഉള്ളിൻ്റെ ഉള്ളിൽ ജാതിയും മതവുമൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നവരാണ് എന്ന് ഈ ആത്മകഥ വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും. അതിൽ നമ്മൾ ആരാധിക്കുന്ന
വലിയ പ്രമുഖരുണ്ട്, വലിയ പ്രഭാഷകരുണ്ട്, കേരളം കൊണ്ടാടപ്പെടുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആളുകളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോലും ഈ ജാതിയും മതവും ഒക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണ് ഈ പുസ്തകം എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ നാട്ടുമാങ്ങയുടെ കുട്ടിക്കാലമുണ്ട്, മതവും മതനിരപേക്ഷതയും വന്ന വഴികളുണ്ട്, ഇസ്താംബൂളിലും വിയറ്റ്നാമിലും ചൈനയിലുമൊക്കെ നടത്തിയ യാത്രകളുണ്ട്. ഞാൻ ഏറെയൊന്നും പറയുന്നില്ല, കാരണം പ്രമുഖ ചിന്തകനായ KEN-ഉം അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ ഖദീജ മുംതാസുമൊക്കെ ഇവിടെയുണ്ട്. അവരൊക്കെ ദീർഘമായി സംസാരിക്കും. ഈ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ എരിക്കിൻ തീ കൂടുതൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യം വളരെ തീർച്ചയായ ഒരു കാര്യമാണ്. ഈ കൃത്യമായ സംഭവങ്ങളും ആളുകളുടെ പേരുകളുമൊക്കെ എഴുതി ആണ് നിർഭയമായി ഡോക്ടർ PK പോക്കർ കാര്യങ്ങൾ വിവരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരെയും ഒന്നിനെയും ഭയപ്പെടാത്ത ഒരാൾ തന്നെ നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ എഴുത്തുകാരൻ തന്നെ വേണം ഇത് പ്രകാശനം ചെയ്യാൻ. അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ എഴുത്തുകാരി ഡോക്ടർ ഖദീജ മുംതാസ് അവറുകളെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇത്തിരി അധീരയാണ്. അത് പപ്പേട്ടൻ ഇവിടെ ഉള്ളത് കൊണ്ടല്ല, പപ്പേട്ടൻ എൻ്റെ പേരെടുത്ത് പറഞ്ഞ് സംസാരിച്ചതിലുള്ള അതാണ് എന്നെ അധീരയാക്കുന്നത്. പ്രിയപ്പെട്ട പോക്കർ മാഷ്, NM സണ്ണി, പാറക്കടവ്, KEN, നമ്മുടെ തന്നെ കുട്ടിയായിട്ട് പറയാൻ സാധിക്കുന്ന പ്രസാദ്, നവീൻ പ്രസാദ്, നന്ദി പറയാനുള്ള വിൽസൺ സാമുവൽ സർ, വലിയ ബുദ്ധിജീവികളും സൈദ്ധാന്തികരും നവീൻ പറഞ്ഞ പോലെ സ്വത്വവാദികളും ഒക്കെയാണ് ഇന്ന് സദസ്സിലുള്ളത് എന്നറിയാം. വിശേഷണങ്ങൾ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുക. പപ്പേട്ടനെ പറ്റി ഒരു വിശേഷണങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. പപ്പേട്ടൻ PK പോക്കറിനെ പറ്റി പറഞ്ഞ വാക്കുകൾ, അതിൻ്റെ അപ്പുറത്തിനിയൊന്നും PK പോക്കറിന് കിട്ടാനുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ തന്നെ പോക്കർ മാഷിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ T പത്മനാഭൻ എന്ന് പറയുന്ന നമ്മുടെ മഹാകഥാകാരൻ്റെ മനസ്സിൻ്റെ നിഷ്കളങ്കതയും സ്വഭാവ നൈർമല്യവും വെളിവാക്കുന്ന ഭാഗങ്ങൾ ഇതിലുണ്ട്. ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അത് മാറി ഇപ്പോൾ ഏറ്റവും അടുത്ത വ്യക്തികളായിട്ട് മാറിയ അത്തരമൊരു സന്ദർഭം അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പോക്കർ മാഷ് തന്നെ പറയുന്ന ജനാധിപത്യത്തെ പറ്റിയുള്ളൊരു വാചകമുണ്ട്. യോജിച്ചും വിയോജിച്ചും തർക്കിച്ചും സ്നേഹിച്ചും ജീവിക്കുന്ന സമൂഹത്തെയാണ് ജനാധിപത്യ സമൂഹം എന്ന് നമ്മൾ വിഭാവന ചെയ്യുന്നത്. കൈകോർക്കുന്നവർക്കിടയിലും മുഷ്ടി ചുരുട്ടുന്നവരുണ്ടാവുക, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുക. പുതിയ ഫാസിസക്കാലത്ത് ഇതൊക്കെ വലിയൊരു ഭാഗ്യമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് എത്ര കാലം ഉണ്ടായിരിക്കും എന്നുള്ളൊരു ഭീതിയും നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട്. പാറക്കടവിൻ്റെ ഒരു മിനിക്കഥ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. വാസ്തവത്തിൽ പോക്കർ മാഷ് ഈ ആത്മകഥ തുടങ്ങുന്നത് ആ മിനിക്കഥയോട് ചെറിയ വിയോജിപ്പോടെ, എന്നാൽ വിയോജിപ്പല്ലാത്ത വിയോജിപ്പോടു കൂടി തന്നെയാണ് ഇത് തുടങ്ങുന്നത്. ഞാനില്ലാതെ എന്ത് ആത്മകഥ, എൻ്റെ ആത്മകഥ, ഞാനില്ലെങ്കിൽ ആത്മകഥ ഇല്ലല്ലോ. പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ആമുഖത്തിൽ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അടരുകളിൽ മറ്റു മനുഷ്യർക്ക് വായിക്കുമ്പോൾ എൻ്റെ കാലത്തെപ്പറ്റിയും എൻ്റെ ജീവിതത്തെപ്പറ്റിയും, ജീവിതത്തെയല്ല എൻ്റെ കാലത്തെയും എൻ്റെ ദേശത്തെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനിതിൽ എഴുതിയിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
കെ എൻ വാസ്തവത്തിൽ കെ എൻ ആയിരിക്കണം ഒരു മുഖ്യ പ്രഭാഷണത്തിന് എന്നേക്കാൾ യോഗ്യ എന്നെനിക്കറിയാം. നിങ്ങളൊക്കെ അങ്ങനെ തന്നെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ എന്തുകൊണ്ട് കെ എൻ അല്ല ഞാൻ മുഖ്യ പ്രഭാഷക എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, കെ എന്നും പി കെ പോക്കറും വേറെയല്ല, അവരൊന്ന് തന്നെയാണ്. ഒരിക്കൽ അദ്ദേഹം തന്നെ എൻ്റെ അടുത്ത് ഒരു പരിപാടിയുടെ കാര്യത്തിൽ സംസാരിച്ചപ്പോൾ പറയുണ്ടായി, കെ എൻ ഉണ്ടല്ലോ അത് മതി, ഇനി ഞാൻ ആവശ്യമില്ല. അത്രയും അവർ ഞാൻ തന്നെയല്ലേ നീ എന്നുള്ള രീതിയിലുള്ള ഒരു ആത്മബന്ധം അവർ തമ്മിൽ ഉണ്ട്. ഒരു അധ്യായം തന്നെ വാസ്തവത്തിൽ കെ എന്നുമായിട്ടുള്ള സൗഹൃദത്തെ പറ്റിയുള്ള ഒരു അധ്യായം തന്നെയുണ്ട്. പക്ഷെ അതിലൊന്നും അദ്ദേഹം തെളിച്ച് പറയില്ല. അപ്പോഴും അദ്ദേഹം ദാർശനികരെ കൂട്ടുപിടിക്കുന്നും ഉണ്ട്. വാസ്തവത്തിൽ ജോഡി ഡീൻ്റെയും ദരിദ്രയുടെയും ഒക്കെ സൗഹൃദ സഖാത്വ കാഴ്ചപ്പാടുകളെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. തെളിച്ച് പറയില്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത്. അതേപോലെ തന്നെ കെ എന്നും കെ ടിയും എന്നാണ് എൻ്റെ ഹെഡിങ്. കെ ടി എന്ന് പറയുമ്പോൾ കെ ടി ഗോവിന്ദൻ നമ്പ്യാർ എന്ന തൻ്റെ തന്നെ പിതാവിൻ്റെ സുഹൃത്ത്. അപ്പോൾ പിതാവും ഈ സുഹൃത്തും തമ്മിലുള്ള ബന്ധമാണ് അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നത്. മരണത്തിന് ശേഷവും നിലനിന്ന ഒരു വലിയ ആത്മബന്ധത്തെ പറ്റി അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരേ ലക്ഷ്യം, ഒരേ താല്പര്യം, രണ്ടുപേരും നാടിൻ്റെ നന്മയും നേട്ടവും മാത്രം ലക്ഷ്യമാക്കി ജീവിച്ചവർ. മരണത്തിനപ്പുറത്തേക്ക് കൂടിയ ബന്ധം നീളുന്നത് അദ്ദേഹം കാണുകയാണ്. വാസ്തവത്തിൽ ഇത് തന്നെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ ജീവിച്ച ജീവിതങ്ങളിൽ വ്യത്യാസമുണ്ടായിരിക്കാം, അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവർ സഖാക്കളാണ്, ഒന്നിച്ച് ചേർത്ത് പറയപ്പെടുന്നവരാണ്, ഒന്നിച്ച് ആക്രമിക്കപ്പെട്ടവരും കൂടിയാണ്. എല്ലാവർക്കും നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ച് പി കെ പോക്കർ ആരാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം ആഗോള തലത്തിലുള്ള അന്തർദേശീയ തലത്തിലുള്ള സൈദ്ധാന്തികരെ എനിക്ക് കുറച്ചെങ്കിലും ഒരു ചൂട്ട് കാണിച്ചു തന്ന ആളായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും സാഹിത്യ വിമർശകൻ കൂടിയാണ് അദ്ദേഹം. അവരുടെ ഈ തത്വചിന്തകരെ അവരിടപെട്ട കാലത്തിൻ്റെയും രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലങ്ങളുടെയും ദർശനങ്ങളുടെയും വെളിച്ചത്തിൽ അല്പമെങ്കിലും മനസ്സിലാക്കാൻ സഹായിച്ച ആളാണ്. തത്വചിന്ത എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത്, നമ്മൾ തത്വചിന്ത സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ ഫിലോസഫി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഹയർ ലെവലിൽ ജീവിതവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു തലത്തിൽ നിന്നാണ് നമ്മൾ അതിനെപ്പറ്റി വിചാരിക്കുക. പക്ഷെ അദ്ദേഹം പറയുന്നത് അത് തത്വചിന്ത എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരുടെ ലോകത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒന്നല്ല, അമൂർത്തങ്ങളിൽ അഭിരമിക്കുന്ന ഒന്നല്ല, മൂർത്തമായ ഭൗതിക സാഹചര്യങ്ങളെ ചേർത്ത് നിർത്തുകയും പരിഹാരങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അദ്ദേഹം പറയുന്ന ഒന്ന് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അല്ലെങ്കിൽ വഴിതിരിച്ചു വിട്ട ദാർശനികൻ മാർക്സ് തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ മാർക്സിനെ വായിച്ചിട്ടല്ല മാർക്സിസ്റ്റുകാർ മുഴുവൻ മാർക്സിസ്റ്റുകാരായത് അല്ലെങ്കിൽ മാർക്സിനെ മനസ്സിലാക്കിയത്, തങ്ങളുടെ തന്നെ മർദ്ദിത ജീവിതത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് മാർക്സിനെ വായിച്ചിട്ടല്ല. പക്ഷെ മാർക്സിനെ വായിച്ച പി കെ പോക്കർ മാഷ പോലെയുള്ളവർ നമുക്കിടയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫിലോസഫി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ശാസ്ത്രയുക്തിയുടെ അതിരിൽ ചെന്ന് തൊടുന്ന ഒന്ന് തന്നെയാണ്. അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് അറിയാത്ത ഒരവസ്ഥ, പിന്നെ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഒരു മതവിശ്വാസിയായ ആൾക്ക് പിന്നെ ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം അവിടെ മതവിശ്വാസം ഉണ്ട്. പക്ഷേ ഒരു ഫിലോസഫർക്ക് പിന്നെയും പിന്നെയും അന്വേഷിക്കേണ്ടി വരുന്നു, ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നു. എനിക്ക് തോന്നുന്നു എഴുത്തുകാരിപ്പോൾ പപ്പേട്ടൻ ഇവിടെയുണ്ട്, പപ്പേട്ടനെ പോലുള്ള എഴുത്തുകാരും വാസ്തവത്തിൽ ഈ ഒരു ശാസ്ത്രയുക്തിയുടെയോ ഒക്കെ അതിർത്തിയിൽ ചെന്ന് തൊടുമ്പോൾ നമുക്ക് ജീവിതം എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റാത്ത ചില അവസരങ്ങൾ, ആ അവസരങ്ങളിൽ മനുഷ്യൻ്റെ അന്തരാളത്തിലേക്ക് ഇറങ്ങി അത്തരത്തിലുള്ള കഥകൾ എഴുതുകയാണ് വാസ്തവത്തിൽ സർഗാത്മക എഴുത്തുകാരും ചെയ്യുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉത്തരം കിട്ടാ ചോദ്യങ്ങൾ തന്നെയാണ് അവർ കഥകളാക്കുന്നത്. തത്വചിന്ത എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ സാഹിത്യകൃതികളായിരിക്കാം മനുഷ്യരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുക, അവർ വായിക്കുന്നതായിരിക്കും. തത്വചിന്ത ഒരിക്കലും അതുപോലെ വായിക്കപ്പെടില്ല.
പക്ഷേ ഈ തത്വചിന്ത വാസ്തവത്തിൽ സാഹിത്യത്തെയും ശാസ്ത്രചിന്തയെ പോലും സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ പോക്കർ മാസ്റ്റർ തന്നെ ബാല്യത്തിൽ ഇതിനൊരു ഉദാഹരണം അദ്ദേഹം പറയുന്നുണ്ട്. അതെടുത്ത് പറയാൻ നമുക്ക് സാധിക്കും. അതായത് പോക്കർ മാസ്റ്റർ ചെറിയ കുട്ടിയാണെന്ന്, എനിക്ക് തോന്നുന്നൊരു 10 വയസ്സോ മറ്റോ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് എന്തോ കാര്യത്തിന് വീട്ടുകാരുമായിട്ട് പിണങ്ങി രാത്രി വീട്ടിൽ നിന്ന് അങ്ങ് പോവുകയാണ്. രാത്രിയായിട്ടുണ്ട്. അപ്പോൾ രാത്രി അങ്ങാടിയുടെ ഇരുട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ കുട്ടിയെ കണ്ടിട്ട് നാട്ടിൽ തന്നെയുള്ള വീടുമായിട്ട് അത്രയൊന്നും ബന്ധമില്ലാത്ത കണാരൻ എന്ന് പറയുന്ന ഒരാൾ ഈ കുട്ടി മോൻ എന്താ ഇവിടെ അങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കൈപിടിച്ച്, വേറെ ഒന്നും ചോദിക്കുന്നില്ല, അവനെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ പോക്കർ മാഷ് ആലോചിക്കുന്നത്, താൻ ഇങ്ങനെ ഇദ്ദേഹം അത് ചെയ്തില്ലായിരുന്നെങ്കിൽ താൻ എന്താകുമായിരുന്നു, തൻ്റെ ജീവിതം എന്താകുമായിരുന്നു, ഇപ്പോൾ ഞാൻ ജീവിക്കുന്നൊരു പോക്കറായിരിക്കില്ല, എൻ്റെ ജീവിതം മറ്റെന്തൊക്കെയോ വഴിതെറ്റി അങ്ങനെയൊക്കെ പോകുമായിരുന്നില്ലേ എന്നാലോചിക്കുന്ന പോക്കർ മാഷ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഒരു പക്ഷേ ഒരു ക്രിയേറ്റീവ് റൈറ്റർ ഒരു കഥയായിരിക്കും എഴുതുക. പക്ഷേ പോക്കർ മാഷ് സിദ്ധാന്തങ്ങളിലേക്ക് അന്വേഷിച്ച് പോകുന്നു. അദ്ദേഹം ഇമ്മാനുവൽ കാന്റിനെ കോട്ട് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നത്, ബാഹ്യമായ ഒരു പ്രേരണയും ഇല്ലാതെ നമുക്ക് നന്മ ചെയ്യാൻ തോന്നുക. ഇപ്പോൾ സ്വർഗത്തെ മോഹിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നന്മ ചെയ്യാം അല്ലേ? അങ്ങനെയൊന്നും അല്ലാതെ ഒരു പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല, അവിടെ കൊണ്ടാക്കുമ്പോഴും ഇതിൻ്റെ ക്രെഡിറ്റ് ഒന്നും എടുക്കുന്നില്ല, കണാരൻ അവിടെ കൊണ്ടാക്കി കണാരൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രേരണയും ഇല്ലാതെ ഒരു നന്മ ചെയ്യാനുള്ളൊരു ത്വര, ഉപാധിരഹിത അനിവാര്യതയാവുന്നു നമ്മുടെ ജീവിതത്തിൽ. അതാണ് നൈതികത എന്ന് അദ്ദേഹം ഈ സൈദ്ധാന്തികരെ ഉദ്ധരിച്ചുകൊണ്ട് ആ സിദ്ധാന്തത്തിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും പത്മനാഭൻ നമ്മുടെ പപ്പേട്ടൻ ഒരുപക്ഷെ ആ ഒരു സന്ദർഭത്തെ ഹൃദയാവർജകമായിട്ടുള്ളൊരു കഥയാക്കിയിട്ടായിരിക്കും മാറ്റുക. അപ്പോൾ ഈ സൈദ്ധാന്തികരായാലും എഴുത്തുകാരായാലും സർഗാത്മക എഴുത്തുകാരായാലും അവരുടെയൊക്കെ മനസ്സിൻ്റെ സംഘർഷങ്ങൾ ഒരുപോലെയാണ്. പക്ഷെ അവർ നടക്കുന്ന വഴി 2 തരത്തിലാകുന്നേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എരിക്കിന്തി എനിക്കും മനസ്സിലായിട്ടില്ലായിരുന്നു എരിക്കിന്തി എന്താണെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ഞാൻ കണ്ടെത്തിയത് അതായിരിക്കില്ല ഒരു പക്ഷേ ഇദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകുക എന്ന് ഞാൻ വിചാരിക്കുന്നു. എരുക്ക് എന്നുള്ളത് കള പോലെ വളരുന്ന, നമ്മൾ അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഒരു നല്ല പൂക്കളുള്ള ഒരു പല നിറത്തിലുള്ള പൂക്കൾ, അതിൽ ചിറ്റരിക്കിന് നല്ല ചുവന്ന കളറ് കൂടി അതിൻ്റെ മുകളിലുണ്ട്, ഒരു ചുവപ്പ് കൂടിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പോക്കർ മാഷ് ഇത് രണ്ടും കൂടി ആയിരിക്കാം, എനിക്കറിയില്ല. ഞാൻ സങ്കല്പിച്ചത് ഇങ്ങനെയാണ്, കള പോലെ ജീവിക്കാൻ കഴിഞ്ഞ, കള പോലെ ജീവിച്ചു കുട്ടിക്കാലത്ത്, അതിൽ ഒരു തീ കൂടി ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെടുത്ത്. അങ്ങനെ ആവാൻ സാധ്യതയില്ല എന്നെനിക്കിപ്പോൾ തോന്നുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ ബാല്യം എന്ന് പറയുന്നത് അതുപോലെ ജീവിക്കാൻ സാധിച്ച ഒരാളാണ്. ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ കാർഷിക സംസ്കൃതിയുടെ എല്ലാ സ്വാതന്ത്ര്യവും മനുഷ്യപ്പറ്റും വ്യത്യസ്ത ജാതി മതസ്ഥരുമായിട്ട് ഇടകലർന്ന് ജീവിക്കാൻ അവസരം കൊടുത്ത ഉത്സവങ്ങളുണ്ടായിരുന്നു, കാളച്ചന്ത ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്കതിൽ കാണാൻ സാധിക്കും. മുസ്ലിം ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മാപ്പിളപ്പാട്ടുകൾ, ചോമപ്പൻ കൊത്ത് എന്ന് പറയുന്ന ഒരു മന്ത്രവാദി, ഒരു കീഴാള മനുഷ്യനായിരിക്കുമല്ലോ സാധാരണ അത്തരത്തിൽ ഒരു അമ്പലത്തിൽ അത്തരം ഒരു പരിപാടി ചെയ്യുന്ന ഒരാൾ. പക്ഷെ അയാളുടെ ജീവിതം അത് കഴിഞ്ഞാൽ അപ്പോൾ മാത്രമേ അയാൾക്ക് പ്രാധാന്യമുള്ളൂ. അത് കഴിഞ്ഞ് അയാൾ എന്തായി പോകുന്നു എന്നുള്ള ഒരു അന്വേഷണം, ഫീലിംഗ് ക്ലബ്ബ്, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് വളരെ സമ്പന്നമായിട്ടുള്ളൊരു കുട്ടിക്കാലം അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കുട്ടിക്കാലത്ത് കളിയാക്കി വിളിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ്. കൂട്ടുകാരൊക്കെ പോക്കർ എന്ന വാക്ക് കുട്ടികളൊക്കെ കളിയാക്കാൻ വിളിച്ചിരുന്ന ഒരു വാക്കായിരുന്നെങ്കിൽ അദ്ദേഹം മുതിർന്ന് വലിയ ഫിലോസഫി അധ്യാപകനാവുന്നു. ICPR ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ചിൻ്റെ സീനിയർ ഫെലോഷിപ്പ് കിട്ടിയ ആദ്യ മലയാളിയാണ് അദ്ദേഹം. പല അന്താരാഷ്ട്ര വേദികളിലെയും പ്രബന്ധാവതാരകൻ ആവുന്നുണ്ട് അദ്ദേഹം. ഇതൊക്കെ ആവുമ്പോഴും ഈ പേരും അത് സൂചിപ്പിക്കുന്ന ഒരു അപരത്വം അല്ലെങ്കിൽ കീഴാളത്വം വളരെ ഹിംസാത്മകമായിട്ട് അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും.
സർഗാത്മകതയും സാഹിത്യവും മാർക്സിയൻ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തിൽ PhD എടുത്ത് 1ാം റാങ്കോടെ PSC നിയമനം ലഭിച്ച് യൂണിവേഴ്സിറ്റിയിൽ വന്ന ആളെ പറ്റിയിട്ട് നമ്മുടെ തന്നെ ഒരു വലിയ കവി ഒരു പ്രസംഗത്തിനിടെ പറഞ്ഞത് പുക്കാസയുടെ വഴിയിൽ യൂണിവേഴ്സിറ്റിയിൽ കയറിപ്പറ്റിയ പോക്കർ എന്നാണത്രേ. അതാണ് നേരത്തെ പറക്കടവും സൂചിപ്പിച്ചത്. അപ്പം നമുക്ക് ഈ നമ്മുടെ മനസ്സിലുള്ള പല ബിംബങ്ങളും ഉടഞ്ഞു വീഴുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ പേരൊന്നും പറയുന്നില്ല. നമ്മളെല്ലാം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പല ബിംബങ്ങളും ഉടഞ്ഞു വീഴുന്നതായിട്ട് നമുക്ക് കാണാം. അക്കാദമിക് രംഗത്തായാലും അഡ്മിനിസ്ട്രേറ്റീവ് മേലാളരിൽ നിന്നായാലും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ. നേരത്തെ പറഞ്ഞു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബഷീർ ചെയർ ഭാരവാഹിത്വം, ഇതൊക്കെ അദ്ദേഹം വഹിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ EMS ചെയറുമായിട്ട് അദ്ദേഹം അങ്ങ് സഹകരിക്കുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കൊണ്ട് സഹകരിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ നിന്നൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് വളരെ ചീത്തയായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാൽ പോരെ, അത്തരമൊരു അഡ്വൈസാണ് നമുക്കൊക്കെ ഒരുപക്ഷെ കിട്ടുക എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അദ്ദേഹം പറയുന്നു. പക്ഷേ നിലപാടുകളുള്ളവർ, പ്രബുദ്ധരായ മനുഷ്യർ ഇത്തരം സ്ഥാനങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്ന് ഏറ്റെടുക്കാതിരിക്കരുത്. അങ്ങനെ ഏറ്റെടുക്കുന്ന ചെറിയ ചെറിയ വൈഷമ്യങ്ങളും അസ്വസ്ഥതകളും ഉയർത്താനാവുന്ന പ്രതിഷേധ സ്വരങ്ങളുമാണ് ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നു PK പോക്കർ. അപ്പോൾ അദ്ദേഹത്തിന് കുട്ടിക്കാലത്തൊരു മതസഹിത ജീവിതമായിരുന്നു. ഖുർആൻ ഓതാനും ഒത്തുപള്ളിയിൽ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹം. പക്ഷേ കുട്ടിക്കാലത്ത് തന്നെ മതവിശ്വാസവും അല്ലെങ്കിൽ മതവും യുക്തിവാദവും ഒരുപോലെ തന്നിലുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ മതസഹിത ജീവിതത്തിൻ്റെ അപ്പുറം അദ്ദേഹം യുക്തിവാദിയാവുന്നു, പ്രസ്ഥാനവൽക്കരിച്ച മതത്തിൻ്റെ വിമർശകനാകുന്നു, ഫിലോസഫറാവുന്നു. ഇതൊക്കെ ആയിട്ടും PK പോക്കർ പലരുടെയും കണ്ണിൽ മുസ്ലിം സ്വത്വവാദിയാണ്. KNAയും ചേർത്ത് പുക്കാസയിലേക്ക് സ്വത്വവാദത്തെ ഒളിച്ചു കടത്തിയ ആളുകളാണ് ഇവർ രണ്ടുപേരും. ആ രീതിയിൽ ആണ് ഇവരെ പറ്റി പറയാറുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് ഉറപ്പാണ്, നിലപാടുകളുള്ളവനായി വരേണ്യവർഗ വിവേചനങ്ങൾക്കിടയിൽ തല ഉയർത്തി നിൽക്കുകയായിരുന്നു താൻ എന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. വേറൊരു വാചകം അദ്ദേഹം പറഞ്ഞ് വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നി, വീടുമായും നാടുമായും സമുദായവുമായും വരേണ്യവർഗവുമായും കലഹിക്കാതെ വേറിട്ട ഒരു ഇടം ഒരാൾക്ക് ഉണ്ടാക്കാനാവില്ല എന്ന് അദ്ദേഹം പറയുന്നത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ സ്വത്വവാദി എന്ന് പറയുമ്പോൾ എന്തോ ഒരു, ഞാൻ തന്നെ ഇപ്പോൾ ആദ്യം പറഞ്ഞു സ്വത്വവാദികൾ ഇവിടെ ധാരാളം ഉണ്ടായിരിക്കും എന്ന്. എങ്ങനെയാണ് ഈ സ്വത്വവാദം എന്ന് പറയുന്നത്? അത് ന്യൂനപക്ഷ സ്വത്വവാദമാകാം, അല്ലെങ്കിൽ ദളിത് സ്വത്വവാദമാകാം. എങ്ങനെയാണ് അതൊരു വലിയ കുറ്റമായി മാറുന്നത്? അത് രഹസ്യമായി ചെയ്യേണ്ട ഒരു മ്ലേച്ഛ പ്രവൃത്തിയാവുന്നത് എന്തുകൊണ്ടാണ്? അധികാരമുഷ്കിന് വിധേയരാകുന്ന ഏത് സമൂഹത്തിനും സ്വത്വബോധത്തോടെ ഒന്നിക്കാൻ അവകാശമുണ്ട്. ദളിതർ, അദ്ദേഹത്തിൻ്റെ ഇതിന് മുന്ന് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം ബഹുസംസ്കാരവും ജ്ഞാനോദയവും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ദളിതർ അവരുടെ അധസ്ഥിതാവസ്ഥ കണ്ട് മനസ്സിലാക്കി ആരാണോ തൻ്റെ മർദ്ദകർ അവർക്കെതിരായിട്ട് നട്ടെല്ലുയർത്തി നിന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയെയാണ് നമ്മൾ ജ്ഞാനോദയം അല്ലെങ്കിൽ എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇമ്മാനുവൽ കാൻറ്റിൻ്റെ ജ്ഞാനോദയം എന്ന് പറയുന്ന ആ വാക്ക്. അതെങ്ങനെയാണൊരു കുറ്റമാവുക? തങ്ങളെത്ര കാലവും മർദ്ദിച്ച് വെച്ചിരുന്ന അല്ലെങ്കിൽ കീഴടക്കി വെച്ചിരുന്ന മനുഷ്യരുടെ അവരെ തിരിച്ചറിഞ്ഞ് അവർക്കെതിരായിട്ട് സംസാരിക്കാൻ കഴിയുന്ന വ്യക്തികൾ, അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ആ സ്വത്വബോധം അവർക്ക് ഉണ്ടാകും. അതുപോലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അപരവൽക്കരിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുമ്പോൾ സ്വത്വബോധത്തോടെ അവരും ചിന്തിക്കും, എന്തുകൊണ്ടിങ്ങനെ? ആരാണ് യഥാർത്ഥത്തിൽ നമ്മൾ? ഇവർ പറയുന്ന പതിത്വം നമ്മൾ അർഹിക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നത് ദളിത് ബന്ധു എന്ന് പറയുന്ന ഒരു 3-4 വർഷം മുമ്പ് മരിച്ചുപോയ ഒരു ചരിത്രകാരനാണ്. ഒരു അക്കാദമിക് ചരിത്രകാരനല്ല. അദ്ദേഹം സ്വന്തം ഗവേഷണം നടത്തി ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ദളിത് ബന്ധുവിൻ്റെ ഒരു പുസ്തകം ആരാണ് ഇന്ത്യൻ മുസ്ലിം
എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിന് അവതാരിക എഴുതാനുള്ള ഒരു ഭാഗ്യവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആരാണ് ഇന്ത്യൻ മുസ്ലിം? ഓരോ ഇന്ത്യൻ മുസ്ലിമും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ആരാണ്? നിങ്ങൾ അങ്ങോട്ടല്ല, അറേബ്യയിലേക്കല്ല നോക്കേണ്ടത്, ഇവിടെ നോക്കൂ. ആരാണ്? എവിടെയാണ് നിങ്ങളുടെ വേരുകൾ? ഇപ്പം നിങ്ങളെ ഇന്ന് അപരവൽക്കരിക്കുന്ന ഈ ബ്രാഹ്മണിസത്തിൻ്റെ വക്താക്കളേക്കാൾ ഈ മണ്ണുമായിട്ട് ബന്ധമുള്ളത് മുസ്ലിങ്ങൾക്കാണ്. അതേപോലെ അവർക്ക് അധിനിവേശക്കാരോട് എതിരിട്ടൊരു ദീർഘചരിത്രം ഉണ്ട്. നമുക്കറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ഒന്നാം സ്വാതന്ത്ര്യ സമരം തൊട്ട് അതിലൊക്കെ ഇടപെട്ടിട്ടുള്ള ആളുകളാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ. അതേപോലെ തന്നെ മണ്ണിൻ്റെ മക്കളായ കീഴാള ജനതയോട് ഏറ്റവും അധികം സഖാത്വമുള്ളവരും മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. അവരെ പരസ്പരം തല്ലിച്ച് വെറുപ്പിൻ്റെ വക്താക്കൾ ലാഭം കൊയ്യുകയാണ് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ നാടിൻ്റെ ഭാഗധേയം മാറും. ഇതാണ് ബ്രാഹ്മണിസത്തിൻ്റെ വക്താക്കളെ അസ്വസ്ഥരാക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അധികാരപക്ഷത്തിന് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഭയമായിരിക്കും. ഈ നേരത്തെ പറഞ്ഞ ഈ സാമാന്യരായ സവർണ വ്യക്തികൾ, അവരൊക്കെ സമൂഹത്തിൽ നമ്മളൊക്കെ ആദരിക്കുന്നവരാണ്. പക്ഷെ അവരിലും പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക ഹെഗിമണിയെ അവർ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. പലപ്പോഴും അത് അവർ തന്നെ തിരിച്ചറിയുന്നത് പലപ്പോഴും വേറൊരാൾ പറയുമ്പോഴോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാത്ത ഘട്ടങ്ങളിൽ അത് വെറുപ്പ് ചുവയ്ക്കുന്ന വാക്കുകളായി അത് പുറത്തു വരികയും ചെയ്യുന്നതാണ്. അതാണ് പി കെ പോക്കറിൻ്റെ നേരെയൊക്കെ പലപ്പോഴും വന്നിട്ടുള്ള ഇത്തരം വാക്കുകൾ. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർപേഴ്സണായിരിക്കുമ്പോൾ NV കൃഷ്ണവാര്യർ ഇരുന്ന കസേരയാണേ എന്ന് പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഇതുപോലെയുള്ള ചില NV കൃഷ്ണവാര്യരുടെ അതേ ഉയരത്തിൽ ഒരിക്കലും ഒരു പി കെ പോക്കറിന് എത്താൻ പറ്റില്ല എന്നുള്ള ആ ഒരു വെറുപ്പ് ചുവക്കുന്നുണ്ട് അതിൽ. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് അദ്ദേഹം ആ മുന്നിലത്തെ പുസ്തകത്തിലും ഇവിടെയും പറയുന്ന അതാണ്. ഈ അദ്ദേഹത്തിൻ്റെ ഈ ഫിലോസഫി പുസ്തകങ്ങൾ, ഇന്ത്യൻ ഫിലോസഫി പുസ്തകങ്ങളിൽ ശങ്കരാചാര്യരുണ്ട്, മഹാത്മാഗാന്ധിയുമുണ്ട്, പക്ഷേ നാരായണ ഗുരു ഇല്ല, അംബേദ്കർ ഇല്ല. അദ്ദേഹം പറയുന്നത് നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ആ ഒരു ബൗദ്ധിക പാരമ്പര്യം വാസ്തവത്തിൽ അവകാശപ്പെടാവുന്നത് അംബേദ്കർക്കും അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനാണ്. അവർ രണ്ടുപേരെയും ഇതിലൊന്നും ഇന്ത്യൻ ഫിലോസഫിക്കൽ പുസ്തകങ്ങളിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. വാസ്തവത്തിൽ അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ നവോത്ഥാനം എന്നൊക്കെ പറയും, പക്ഷേ നമ്മുടെ പുസ്തകങ്ങളിൽ എന്തുമാത്രം ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ സിദ്ധാന്തങ്ങൾ നമ്മൾ കുട്ടികളെ മനസ്സിലാക്കിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ചെയ്യാത്തത് കൊണ്ടാണ് വാസ്തവത്തിൽ ഇതെല്ലാം തിരിച്ചടിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഗുരുവിൻ്റെ അപരപ്രിയം എന്ന വാക്ക് എത്ര അർത്ഥസമ്പുഷ്ടമാണ് എന്നറിയുന്നുണ്ട് പി കെ പോക്കർ മാഷ്. നമ്മുടെ ഭരണഘടനയിൽ ഫ്രറ്റേണിറ്റി എന്നൊരു വാക്കുണ്ടല്ലോ. ഫ്രറ്റേണിറ്റി എന്ന വാക്കിന് നമ്മൾ സാധാരണ സഹിഷ്ണുത എന്ന് പറയും. സഹിഷ്ണുതയിൽ ഒരു സഹനമാണുള്ളത്. നമ്മൾ സഹിക്കുകയാണ്, മറ്റവരെ നമുക്കത്ര ഇഷ്ടമൊന്നുമില്ല, എന്നാലും നമ്മളങ്ങോട്ട് അവരെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. അന്യനോട് അസഹിഷ്ണുതയുള്ളപ്പോഴും പ്രായോഗികമായിട്ട് നമ്മൾ ഒന്നിച്ചു നിൽക്കുകയാണ്. അതല്ല നാരായണ ഗുരു പറയുന്നത് ആ സാഹോദര്യം അല്ലെങ്കിൽ ജ്ഞാനേയ ബഹുസ്വരത, മറ്റുള്ള മതങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു അവരോട് കൈകോർക്കാൻ തോന്നുന്ന. അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാ മതഗ്രന്ഥങ്ങളും എൻ്റെ അദ്ദേഹത്തിൻ്റെ ആശ്രമങ്ങളിൽ അവിടെയൊക്കെ പഠിപ്പിക്കണം എന്ന് ശ്രീനാരായണ ഗുരു പറയാൻ കാരണം അതാണ്. ജ്ഞാനേയ ബഹുസ്വരത, അതും ഇമ്മാനുവൽ കാന്റിൻ്റെ തന്നെയാണ്. ഈ ശ്രീനാരായണ ഗുരു പറയുന്ന ഇനമേതെന്നു കേൾക്കില്ല നിനവും കണ്ണുമുള്ളവർ. ഇനമേതെന്ന് കേൾക്കില്ല, നമ്മൾ വിവിധ ഇനങ്ങളായിട്ട് ഇനമേതെന്ന് കേൾക്കില്ല, നിനവും കണ്ണുമുള്ളവർ. നിനവ് എന്ന വാക്കിന് ഓർമ്മ എന്നുള്ള അർത്ഥമാണ് പോക്കർ മാസ്റ്റർ ആദ്യത്തെ പുസ്തകത്തിലുള്ളതാണിത്. ഓർമ്മ, അത് ശരിയാണ്. നിനവുള്ളവർ. അപ്പോൾ ഈ ഓർമ്മ എന്നുള്ളതിന് ഇമ്മാനുവൽ കാന്റ് പറയുന്ന ചരിത്രവൽക്കരണം, അതാണ് അദ്ദേഹം അതിനോടാണ്. അതായത് ചരിത്രം അറിയുക. നമ്മൾ ചരിത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെയും വെറുക്കാൻ സാധിക്കില്ല. ഇവരുടെയൊക്കെ ചരിത്രം അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ ഈ ചരിത്രം അറിഞ്ഞു കഴിഞ്ഞാൽ
നമ്മളെല്ലാം ഒന്ന് തന്നെയാണ്. നമുക്കറിയാം ഈ ഒരു ബ്രാഹ്മണ പാരമ്പര്യമൊക്കെ വരുന്നതിന് മുമ്പുണ്ടായിരുന്നൊരു കേരളം ഉണ്ടായിരുന്നല്ലോ. അന്ന് എല്ലാവരും ഒന്ന് തന്നെയായിരുന്നു അല്ലേ, ജാതീയത വരുന്നതിന് മുമ്പ്. അതാണ് അദ്ദേഹം പറയുന്നത്, ഇനമേതെന്ന് കേൾക്കില്ല നിനവും ഉള്ളവർ എന്ന് പാടുന്നില്ലേ ഗുരു. അപ്പം ഇതൊന്നും നമ്മൾ നമ്മുടെ പാഠ്യപദ്ധതിയിലോ അല്ലെങ്കിൽ കുറേയും കൂടി വലുതായി കഴിയുമ്പോൾ ഈ സിദ്ധാന്തങ്ങളിലോ ഈ ഫിലോസഫി ബുക്കുകളിലോ ഒന്നും ശ്രീനാരായണ ഗുരുവോ അല്ലെങ്കിൽ അംബേദ്കറോ ഇല്ലാത്തതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റാണ് വാസ്തവത്തിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പിറകോട്ട് നടക്കലിന് കാരണം എന്നാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അപ്പോൾ ഈ വെറുപ്പിൻ്റെ തത്വശാസ്ത്രം മേൽക്കൈ നേടുന്ന കാലത്ത് എഴുത്തും വായനയും എങ്ങനെ ഒരു സാംസ്കാരിക പ്രതിരോധമാക്കാം എന്ന് ചിന്തിക്കുകയാണ് ഗ്രന്ഥകാരൻ ഈ ആത്മകഥയിലൂടെ പോലും. അതുകൊണ്ടാണ് ഇതൊരു വെറും ആത്മകഥയല്ല. മാറ്റി നിർത്തപ്പെട്ട സ്വന്തം സമുദായത്തെപ്പറ്റി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠയും പ്രതിരോധങ്ങളും ദളിത് അവബോധത്തെപ്പറ്റിയും ബ്രാഹ്മണിക് സാംസ്കാരിക ഹെഗിമണിയെപ്പറ്റിയും സാഹിത്യ ക്യാമ്പുകളിലും സെമിനാറുകളിലും സംസാരിക്കുകയും ആക്രമിക്കപ്പെടുന്നവർക്ക് വേണ്ടി സ്വരമുയർത്തുകയും ചെയ്തതിന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാംസ്കാരിക നായകരിൽ നിന്ന് അപമാനം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, ഒറ്റപ്പെടുത്തൽ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒക്കെ നിങ്ങൾക്ക് ഈ പുസ്തകം വായിച്ചാൽ മനസ്സിലാകും. ഇത്തരത്തിലുള്ള ഒരു അപരവൽക്കരണം വരുന്നുണ്ട് ഇന്ത്യയിൽ എന്ന് മുൻകൂട്ടി കണ്ട ഒരു സൈദ്ധാന്തികനെ പറ്റി കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ഐജാസ് അഹമ്മദ് എന്ന ഇന്ത്യക്കാരനായ ഐജാസ് അഹമ്മദ്. 1992 ബാബരി മസ്ജിദ് ധ്വംസന ശേഷം ഇന്ത്യയിലേക്ക് എത്തുന്നു. അപ്പോൾ അതോടുകൂടി അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് സൈദ്ധാന്തികനാണ്. അൽത്തൂസറെ ഒക്കെ എപ്പോഴും ഉദ്ധരിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം അതൊക്കെ മാറ്റിവെക്കുന്നു. അതിനുശേഷം ഇന്ത്യൻ അവസ്ഥകളെ പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ ഇന്ത്യൻ അവസ്ഥകളെ നോക്കിക്കാണാൻ ഇറ്റാലിയൻ ഫാസിസത്തിൻ്റെയും ഗ്രാംഷിയൻ എഴുത്തുകളുടെയും വെളിച്ചത്തിൽ വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്ന് 1993 അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന ഒരു കാലത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് 2002 ശേഷം ഒരുപക്ഷെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ എല്ലാവരും ഇന്ന് ഗ്രാംഷിയെയും വംശീയതക്കെതിരെ നിരീക്ഷണങ്ങൾ നടത്തിയ ഫ്രാൻസ് ഫാനനെയും ജർമ്മൻ ഫിലോസഫർ അഡോർണയെയും ഹന്ന ആരൻഡിനെയും ഒപ്പം ഇന്ത്യയിലെ അംബേദ്കറെയും നാരായണ ഗുരുവിനെയും സ്മരിക്കാതെ നമുക്കിന്ന് ഇന്ത്യൻ ഒരു അവസ്ഥയെ പറ്റി നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മണിപ്പൂരിൽ അദ്ദേഹം പോയ കാര്യം പറഞ്ഞു. സണ്ണി പറഞ്ഞ അദ്ദേഹം ഈ വംശീയ ആക്രമണങ്ങൾ നടന്നതിന് ശേഷമല്ല പോകുന്നത്. 2007 വാസ്തവത്തിൽ PK പോക്കർ മണിപ്പൂർ പോകുന്നത്. അന്ന് മണിപ്പൂർ ഇങ്ങനെയൊന്നുമില്ല. മണിപ്പൂർ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് മണിപ്പൂരി നൃത്തമായിരുന്നു മണിപ്പൂർ. അതിനുശേഷം നമ്മൾ ഈ നമ്മുടെ ഇവരെ പറ്റി കേൾക്കുന്നു, സമരം ചെയ്ത മെയ്ത്തി ഇറോം ശർമിളയുടെ സമരം കേൾക്കുന്നു. അതൊക്കെ 2010 ശേഷമാണ്. അതിനു മുമ്പാണ് വാസ്തവത്തിൽ അദ്ദേഹം അവിടെ പോയിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ പതുക്കെ ബ്രാഹ്മണവൽക്കരണം അല്ലെങ്കിൽ ഇത് അവിടെ നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ അവിടെ കുക്കികളും മെയ്ത്തികളും നാഗന്മാരും ഒക്കെ അവരൊക്കെ അവിടുത്തെ ഗോത്രവർഗ്ഗക്കാർ തന്നെയായിരുന്നു. പക്ഷെ മെയ്ത്തികൾക്കിടയിൽ നമുക്കറിയാം 2014 ശേഷം ഇത് വളരെ ശക്തമായിട്ട് ഈ ബ്രാഹ്മണവൽക്കരണം നടക്കുകയും അതേപോലെ തന്നെ അവരെ ആയുധവൽക്കരിക്കുകയും ചെയ്തതിന് ശേഷമാണ് അവിടെ ഈ വംശീയ സംഘടനകൾ ഉണ്ടായതെന്നും നമുക്ക് നമ്മുടെ കണ്ണു തള്ളിപ്പോകുന്ന രീതിയിൽ അധികാരികളുടെ എന്താ പറയേണ്ടത് നിസ്സംഗത അത് നടക്കട്ടെ. വാസ്തവത്തിൽ അവർക്കത് നടക്കണം. അവർ കുറേ ആളുകൾ ആ മലയിൽ താമസിക്കുന്ന കുക്കികൾ അവിടെ നിന്ന് പോകണം. അതിനുശേഷം അത് കോർപ്പറേറ്റുകൾക്ക് ഖനനത്തിനായിട്ട് വിട്ടുകൊടുക്കാൻ വേണ്ടിയാണ് ഇതൊക്കെയെന്ന് നമുക്ക് അറിയാം. പക്ഷേ അത് സംഭവിക്കുന്നതിന് മുമ്പാണ് വാസ്തവത്തിൽ ഇദ്ദേഹം അവിടെ പോകുന്നത്. പക്ഷേ ഇതുകൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്ന് തോന്നാൻ കാരണം നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഐസക് ഈപ്പൻ്റെ സെർട്ടോ എലിയാസ് എന്ന കഥ വായിച്ചതിന് ശേഷമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം അവിടെ ഒരു മണിപ്പൂരി ഡ്രൈവറുടെ കുടുംബം ഈ കലാപത്തിൽ മകള് നഷ്ടപ്പെടുന്ന ആ ഒരു കഥയാണല്ലോ സെർട്ടോ എലിയാസിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹം ഓർമ്മിക്കുകയാണ്, ഞാൻ 2007 പോയപ്പോൾ ഉണ്ടായ ഒരു സംഭവം. അദ്ദേഹം ഒരു ഫിലോസഫി കോൺഫറൻസിന് വേണ്ടിയാണ് അവിടെ പോകുന്നത്. അതിനുശേഷം എപ്പോഴും എവിടെ പോയി കഴിഞ്ഞാലും ഒന്ന്
സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുകയും ചരിത്രപരമായ പ്രാധാന്യമൊക്കെ വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം പോയത് ഒരു KC പാണ്ഡെ അല്ലേ, KC പാണ്ഡെ എന്ന് പറയുന്ന ലക്നൗ സർവകലാശാലയിലെ ഒരു ഫിലോസഫി പ്രൊഫസറോടൊപ്പമായിരുന്നു. വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. പലവട്ടം ലക്നൗവിൽ പോയിട്ടുണ്ട്, ഡൽഹിയിൽ ഇവർ ഒന്നിച്ച് ഒരു മുറിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് ഈ മണിപ്പൂരിലേക്ക് ഈ കോൺഫറൻസിന് പോകുന്നത്. അപ്പോൾ കോൺഫറൻസിൻ്റെ ഇടയിൽ ഇവർ പുറത്തു പോകുന്നു, നടക്കാൻ പോകുന്നു, കാഴ്ചകൾ കാണുന്നു. അതിനിടയിൽ ഇവർ ഒരു ക്ഷേത്ര നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് എത്തുകയാണ്. അപ്പോൾ KC പാണ്ഡെ ഭാഷ അവരുടെ ഹിന്ദിയിൽ അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്നു, ക്ഷേത്ര നിർമ്മാണം നടക്കുന്നിടത്ത് സംസാരിക്കുന്നു. പോക്കർ മാഷ് പിറകിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയാണ്, KC പാണ്ഡെ പറയാണ്, ഓ നന്ദി RSSന് നന്ദി. ഈ KC പാണ്ഡെ ആരാണെന്ന് വെച്ചാൽ ദീർഘകാലമായിട്ട് പോക്കർ മാഷ്ക്ക് അറിയാം. അദ്ദേഹം ഒരു പഞ്ചാബി ബ്രാഹ്മണനാണ്. സിഖ് കലാപമുണ്ടായ സമയത്ത് ഡൽഹിയിലുണ്ടായിരുന്ന ആളാണ്. അതിൽ നിന്ന് ബ്രാഹ്മണനായതുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ സാധിച്ചൊരു കഥ അദ്ദേഹം പോക്കർ മാഷോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടൊരു പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. അതേപോലെ തന്നെ ഞാൻ RSSകാരനല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ICPRൻ്റെ ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെട്ടത് എന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ പറയുന്നത് RSSന് നന്ദി. ഇവിടെ ഈ ഹൈന്ദവവൽക്കരണമൊക്കെ നടക്കുന്നു, ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നു, നന്ദി എന്ന് പറയുമ്പോൾ പോക്കർ മാഷ് പറയുന്നത് എനിക്ക് മനുഷ്യനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഒരവസരമായിരുന്നു അത് എന്ന്. ഇപ്പോൾ മണിപ്പൂരിൽ സംഭവിക്കുന്നതും സെർട്ടോലിയാസ് എന്ന കഥ വായിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് തോന്നണം ആ ഒരു വാചകം അദ്ദേഹം വീണ്ടും ഓർക്കുകയാണ്. ഇന്ന് നടക്കുന്ന വംശഹത്യയ്ക്ക് സൂചകമായ ഒരു വാചകം ആയിരുന്നില്ലേ? കാരണം നമ്മുടെയൊക്കെ പതുക്കെ നമ്മൾ ബ്രാഹ്മണവൽക്കരിക്കപ്പെടുകയാണ്. ഹയർ കാസ്റ്റുകളൊക്കെ ആ രീതിയിൽ ബ്രാഹ്മണവൽക്കരിക്കപ്പെടുന്നു, താഴെയുള്ളവരും അതിനോടൊപ്പം വരുന്നു. അതാണല്ലോ അതിൻ്റെ രസം. അവരെയാണല്ലോ ഗുജറാത്ത് കലാപത്തിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും കീഴാളരായ മനുഷ്യരെ കൂടിയാണ്. അവരെ കൂടി വഞ്ചിച്ചുകൊണ്ട് പതുക്കെ സംഭവിക്കുന്ന ഈ ബ്രാഹ്മണവൽക്കരണത്തിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥ നമ്മൾ മണിപ്പൂരിൽ കാണുന്നു. ഇനി നമ്മുടെ നാട്ടിലും ഇപ്പം നമ്മൾ പാലക്കാട് കണ്ടു, ഒരു പാവപ്പെട്ടൊരു മനുഷ്യനെ തല്ലിക്കൊല്ലുന്നത് നമ്മൾ കണ്ടു. ആൾക്കൂട്ടക്കൊല ഒരു പക്ഷെ കൊന്നു പഠിക്കുകയായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പുറത്തുനിന്നുള്ളൊരു വ്യക്തിയാണ്. അയാളെ കൊന്നാലും ആരും ഒന്നും ചോദിക്കാനില്ല. എങ്ങനെയാണ് കൊല്ലാൻ പഠിക്കുക എന്നാണ് വാസ്തവത്തിൽ. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ തല മുതൽ കാല് വരെ ഒരു ഭാഗം പോലും ബാക്കിയില്ലാതെ അടിച്ച് ചവിട്ടി ഒരു മനുഷ്യനെ കൊല്ലാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അത് അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ KC പാണ്ഡെ ഒരൊറ്റപ്പെട്ട വ്യക്തിയല്ല, അത് നമുക്കിന്നറിയാം. ഒരുപക്ഷെ ഇത് നമ്മളാരും ഈ ജാതി ഹിന്ദുക്കൾ അറിയുന്നുണ്ടാവില്ല അവരുടെ മനസ്സിലുണ്ടാകുന്ന ഈ ഒരു ബ്രാഹ്മണവൽക്കരണത്തെ പറ്റി. അവർണരും എന്തൊക്കെയോ എന്താ പറയണ്ടേ വഞ്ചിക്കപ്പെടലിലൂടെ ഇവരോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ വിശകലനത്തിലൂടെ ആലോചിക്കാം. ജർമ്മൻ ഫിലോസഫർ അഡോർണോയുടെ ഗ്രന്ഥകാരൻ തന്നെ ഉദ്ധരിച്ച ഒരു വാചകത്തിൻ്റെ അത് ഞാൻ മലയാളീകരിച്ച് വിടുകയാണ്. അതോടുകൂടി നിർത്താൻ പോവാണ്. മറ്റുള്ളവരുടെ ശക്തിയെ പറ്റിയുള്ള ഭയം, നമ്മുടെ തന്നെ ബലഹീനതകളെ പറ്റിയുള്ള നിരാശാബോധം, ഇവ നമ്മളെ വിഡ്ഢികളാക്കാതിരിക്കാൻ നോക്കുക എന്നതാണ് നാം ഒരിക്കലും അവസാനിപ്പിക്കാൻ പാടില്ലാത്ത ദൗത്യം എന്ന് PK പോക്കർ പറഞ്ഞുകൊണ്ടേയിരിക്കും, പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കും ഇനിയുള്ള കാലവും എന്ന് നമുക്ക് ഉറപ്പിക്കാം. വായിക്കുന്നവർക്ക് അത് എന്നും പ്രചോദകമാവുകയും ചെയ്യും. നന്ദി. നന്ദി ഡോക്ടർ ഖദീജ മുംതാസ്. വളരെ ആഴത്തിലുള്ള വളരെ കൃത്യമായ വിശകലനത്തോടുകൂടി മുഖ്യപ്രഭാഷണം നടത്തി. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നവർ ഈ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് ജർമ്മൻ സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള ശ്രീ നവീൻ പ്രസാദ് അലക്സാണ്. സ്നേഹത്തോടെ നവീനെ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ബഹുമാനപ്പെട്ട മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ T. പത്മനാഭൻ, ബഹുമാനപ്പെട്ട PK പാറക്കടവ്, KN മാഷ്, ഡോക്ടർ ഖദീജ മുംതാസ്, ഏറ്റവും ബഹുമാനപ്പെട്ട പോക്കർ മാഷ്, സണ്ണി മാഷ്, ബാക്കി കാലിക്കറ്റ് ബുക്ക് ക്ലബിൻ്റെ സംഘാടകരെ, വേദിയിലും സദസ്സിലുള്ള മറ്റ് ബഹുമാന്യരെ,
ഈ പുസ്തകത്തിൻ്റെ പേര് എരിക്കിൻ തീ എന്ന പേര് കേട്ടപ്പോൾ വാസ്തവത്തിൽ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഈ അടുത്തിറങ്ങിയ സോഷ്യൽ ക്രിമിനൽ എന്ന് പറയുന്ന ഒരു റാപ്പ് സംഗീതത്തിലെ 2-3 വാചകങ്ങളാണ്. അതിലൊരു വാചകമുണ്ട്, പരുത്തിയല്ലത് എരിക്കിൻ തീ. അതാണ് എനിക്ക് വാസ്തവത്തിൽ ഓർമ്മ വന്നത്. അതിൻ്റെ തന്നെ ആ പാട്ടിൻ്റെ തന്നെ ഏറ്റവും അവസാനത്തെ 2-3 വരികൾ ഒരുപക്ഷെ ഈ പുസ്തകത്തോട് വളരെ ചേർന്ന് നിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. അതായത്, ഉത്തമരെല്ലാവരും കല്ലെറിഞ്ഞ് ആ കല്ലുകൊണ്ടെൻ്റെ മുഖം മുറിഞ്ഞ് ആ കല്ലുപെറുക്കി ഞാനൊരു പാത വിരിച്ച്. അടുത്ത 2 വരി അയ്യങ്കാളിയെക്കുറിച്ചാണ്, അതിലേക്ക് ഇപ്പോൾ കടക്കേണ്ടതില്ല. അപ്പോൾ ഈ വരികൾ ഇതിനോട് വളരെ ചേർന്ന് നിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. കാരണം ഈ നമ്മുടെ നാട്ടിലെ ഒരുതരം വരേണ്യ ഒലിഗാർക്കിയിൽ നിന്ന് അത്രമേൽ കല്ലേറുകൾ കൊണ്ടതിൻ്റെ കഥ ആണ് പ്രധാനമായും ഈ പുസ്തകത്തിൽ എനിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം പല ലെയറുകളിലാണിത് ഈ പുസ്തകം നിലനിൽക്കുന്നതെന്നും എനിക്ക് അനുഭവപ്പെട്ടു. അത് ഒന്ന് തീർച്ചയായും ഒരു ആത്മകഥയാവുമ്പോൾ പോക്കർ മാസ്റ്ററുടെ വ്യക്തി ജീവിതങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ കുട്ടിക്കാലമൊക്കെ ഓർക്കാട്ടിരി പോലെയുള്ള ഒരു പ്രദേശം, പിന്നീട് കണ്ണൂർ തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ അനുഭവങ്ങൾ മുതൽ ഇങ്ങനെ ഏതാണ്ട് ചൈനയും ഇറ്റലിയും വരെയുള്ള പ്രദേശങ്ങളിൽ നീണ്ടു നിൽക്കുന്ന വ്യക്തി അനുഭവങ്ങളുടെ ഒരു ലെയറുണ്ട്. പിന്നീട് തീർച്ചയായും പ്രത്യയശാസ്ത്രപരമായും തത്വചിന്താപരമായുള്ള ലെയർ. പിന്നെ ഇത് ലെയറുകൾ എന്ന് പറയുമ്പോൾ ഇത് എന്തോ വിഘടിച്ച് നിൽക്കുകയാണെന്നുള്ള അർത്ഥത്തിലല്ല, ഇത് തമ്മിൽ വളരെ ഇടകലർന്നുകൊണ്ടാണ് ഈ പുസ്തകത്തെ ഈ ലെയറുകളൊക്കെ നിലനിൽക്കുന്നത്. വ്യക്തിപരമായ അനുഭവങ്ങളെ പോലും അത്രമേൽ തത്വചിന്താപരമായി അനലൈസ് ചെയ്തുകൊണ്ട്, വിശകലനം ചെയ്തുകൊണ്ടാണ് പുസ്തകം എഴുതപ്പെട്ടിട്ടുള്ളത്. പിന്നെ അതിന് തത്വചിന്താപരമായി ഈ ഒരു പ്രോസസ്സിന്, അതായത് നമ്മളുടെ ജീവിതാനുഭവങ്ങളെ ഇത്തരം ആശയശാസ്ത്രത്തിലൂടെ അനലൈസ് ചെയ്യേണ്ട ഒരു ആവശ്യകതയും ഉണ്ട് തീർച്ചയായും. കാരണം അമേരിക്കൻ ഇടതുപക്ഷ ഫെമിനിസ്റ്റ് ചിന്തകയായിട്ടുള്ള ബെൽ ഹുക്സ് ഒക്കെ ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ലിവ്ഡ് എക്സ്പീരിയൻസുകളെ ഒരുതരം തിയററ്റിക്കലായ അനാലിസിസിന് വിധേയമാക്കിയെന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റി ഇത് ഏറ്റവും വ്യക്തമാവുന്ന ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിനെ പറ്റി പറഞ്ഞ എൻ്റെ ഒരു മുസ്ലിം പേര് എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ ആയിരിക്കും. അതായത് അത്തരത്തിൽ ഈ പോക്കർ എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു അക്ഷരം അറബിയിലില്ലെന്നും അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പേര് മറ്റ് അറേബ്യൻ രാജ്യങ്ങളിലോ ഒന്നും തന്നെ കാണാൻ കഴിയില്ല. എന്നാൽ കേരളത്തിൽ എല്ലാവർക്കും ഇതൊരു മുസ്ലിം പേരാണെന്ന് തീർച്ചയായിട്ടും അറിയാനും സാധിക്കും. നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോഴും ഇതൊരുതരം പ്രതിസന്ധിയായി ഇങ്ങനെ നിലനിൽക്കുകയും അതോടൊപ്പം തന്നെ കുട്ടിക്കാലത്ത് ഒരുതരം നെയിം ഷെയ്മിങ്ങിന് അദ്ദേഹം നേരിടേണ്ടി വന്നതിനെ പറ്റിയും പറയുന്നുണ്ട്. നമ്മൾ അധികം ചർച്ച ചെയ്യാതെ പോകുന്ന ഒരുതരം ബോഡി ഷെയ്മിങ്ങിനെ പറ്റിയൊക്കെ നമ്മൾ വളരെയധികം ചർച്ച ചെയ്യുമ്പോഴും അധികം ചർച്ച ചെയ്യാതെ പോകുന്നൊരു വിഷയവുമാണ് ഈ നെയിം ഷെയ്മിങ് എന്ന് പറയുന്നത്. എന്തു തന്നെയാണെങ്കിലും ഈ നേരത്തെ പറഞ്ഞ സവർണ ഒലിഗാർക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായ കല്ലേറുകളെ പറ്റി പറഞ്ഞപ്പോൾ അടിസ്ഥാനപരമായി പ്രത്യയശാസ്ത്രമാണെങ്കിലും തത്വചിന്തയാണെങ്കിലും ഇത്തരത്തിലുള്ള മേഖലകളിലേക്ക് കടന്നു വരാൻ കഴിയുന്നത് എന്തോ ഒരുതരം വരേണ്യ വർഗത്തിൽ നിന്നുള്ള ആളുകൾക്ക് മാത്രമാണ് എന്നുള്ള ഒരു ബോധ്യം, ഒരു പൊതുബോധം പൊതുവായി നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ അക്കാദമിക ലോകത്തും നിലനിൽക്കുന്നുണ്ട്, മറ്റ് സാംസ്കാരിക ലോകത്തും നിലനിൽക്കുന്നുണ്ട്. ഈ പൊതുബോധത്തിൻ്റെ രൂപീകരണത്തെ പറ്റി വാൾട്ടർ റൂഡ്നിയെ പോലെയുള്ള ബ്ലാക്ക് മാർക്സിസ്റ്റ് സൈദ്ധാന്തികർ ഒത്തിരി എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലാണെങ്കിൽ ഗോപാൽ ഗുരുവിൻ്റെ എസ്സയിൽ പറയുന്നുണ്ട്, അതായത് ഈ അനുഭവം എന്ന് പറയുന്നത് നിങ്ങൾ കീഴാളർക്ക് തൽക്കാലം അനുഭവം വിവരിച്ച് അവിടെ ഇരുന്നാൽ മതി, ഇതിൻ്റെ തിയറി എന്ന് പറയുന്നത് ഞങ്ങൾ വരേണ്ടേറി പറഞ്ഞോളാം എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളെപ്പോഴും പഠനത്തിന് വിധേയമാക്കുമ്പോൾ നമ്മളെക്കാളും ഈ സോഷ്യൽ ഇതിൽ ഫാബ്രിക്കിൽ നമ്മളുടെ താഴെ നിൽക്കുന്ന ആളുകളെ മാത്രമേ പഠനത്തിന് വിധേയമാക്കുള്ളൂ. നമ്മൾ ഈ ദളിത് സ്റ്റഡീസാണ്, അല്ലാതെ ഈ ഇവര് വരേണ്യവർഗം എങ്ങനെയാണ് തുടർച്ചയായി വരേണ്യവർഗമായി നിലനിൽക്കുന്നത് എന്നുള്ളത് ഒരിക്കലും ഇവിടെ ഒരു പ്രധാനപ്പെട്ട അക്കാദമിക വിഷയമായി പഠിച്ച് കണ്ടിട്ടില്ല. ഇതിനെതിരെ ഇദ്ദേഹം നടത്തിയ നിർഭയമായ പോരാട്ടങ്ങൾ, ഈ കല്ലേറുകൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ അക്കാദമിക ലോകത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ സാംസ്കാരിക ലോകത്ത് നിന്ന് നമ്മളുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്ന പല വിഗ്രഹങ്ങൾ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിന് പുറമെ ഒരുതരം ബ്യൂറോക്രസിയിൽ നിന്നും, അദ്ദേഹം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡെപ്യൂട്ടേഷനിൽ പോയ സമയത്ത് ബ്യൂറോക്രസിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ നിർഭയം പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കെ അവിടെ നടക്കുന്ന ഈ സവർണ ഒലിഗാർക്കിയുടെ ഇടപെടലിൽ നിന്നും നടക്കുന്ന ഒരുതരം സംവരണ അട്ടിമറിക്കെതിരെ പ്രതികരിച്ചതായി പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട റോൾ വെച്ച വേറൊരാൾ മാധവ മാഷ് സദസ്സിലുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് തുടർച്ചയായി അട്ടിമറിക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ വരണ ഒലിഗാർക്കി തുടരുന്നതിൻ്റെ മറ്റൊരു പാർശ്വഫലമായിരുന്നു ഈ പുസ്തകത്തിൽ നേരത്തെ പറയുന്ന പോലെ
അതായത് ഈ അക്കാഡമിയിലേക്ക് തത്വചിന്തയിലൊക്കെ ഇദ്ദേഹം പറയുന്ന ആദ്യം ഈ തത്വചിന്ത എന്ന് പറയുമ്പോൾ പ്രധാനമായും ഇന്ത്യൻ സിലബസുകളിൽ ഒരുതരം ബ്രാഹ്മണിസ്റ്റ് തത്വചിന്ത നിലനിൽക്കുന്നുണ്ട്, പിന്നെ ഒരുതരം അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ബുദ്ധൻ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനായി നിലനിൽക്കുന്നു. പിന്നീട് ഹെഗലുണ്ട്. ഹെഗലിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ വേണ്ടത്ര ഇല്ലാത്ത ഒരു രീതിയിൽ മാർക്സും നിലനിൽക്കുന്നുണ്ടെന്നുണ്ട്. ഇത്തരത്തിൽ ഈ അക്കാദമിയിലേക്ക് ശ്രീനാരായണ ഗുരുവിനോ അംബേദ്കർക്കോ ഒന്നും തന്നെ കടന്നു വരാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാന കാരണവും ഈ രീതിയിൽ കീഴാള റെപ്രസെൻറ്റേഷൻ അവിടെ ഇല്ലാതെ പോകുന്നു, അല്ലെങ്കിൽ കീഴാള റെപ്രസെൻറ്റേഷൻ തുടർച്ചയായി അവിടെ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നീട് അടുത്ത ഘട്ടങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇതിലെ എന്നെ മാറ്റിയത് മാർക്സിസം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അത് വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും മറ്റ് പ്രധാനപ്പെട്ട ലോകത്തെ തത്വചിന്തകരുടെ ഒക്കെ ആത്മകഥാപരമായ കുറിപ്പുകളിലൂടെയൊക്കെ പോകുമ്പോൾ ഉണ്ടായൊരു അനുഭവം തന്നെയാണ് ഉണ്ടായത്. അതായത് ഹെഗലിൽ നിന്ന് മാർക്സിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു അത് വേണമെങ്കിൽ പറയാം മാർക്സിലുണ്ടായ ഒരു പ്രോസസ്സ് തന്നെ. അത് ഫോയബാക്ക് തിസീസ് എഴുതുമ്പോൾ മാർക്സ് കടന്നുപോയ ഒരുതരം തത്വചിന്താപരമായ പദ്ധതിയിലൂടെ തന്നെയാണ് പോക്കർ മാഷ് അപ്പോൾ കടന്നു പോയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെ വെച്ച് ഫോയബാക്കിൻ്റെ തിസീസിലൂടെ ഒരുതരം യാന്ത്രികപരമായ ഭൗതികവാദത്തിൻ്റെ പരിമിതികളെ മാഷ് തിരിച്ചറിയുകയും അതോടൊപ്പം തന്നെ ഹെഗലിനെയും വിമർശിക്കുകയും അങ്ങനെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിലേക്ക് എത്തുകയും ഡയലക്റ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിലൂടെ ലോകത്തെ അനലൈസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ്. അത് ഏതൊരു തത്വചിന്തപരമായി ലോകത്തെ കാണുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ്. അത് അത് ഏറ്റവും ഈ ഒരു പോയിന്റ് എഴുതപ്പെട്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അഞ്ജല ഡേവിസ് എന്ന് പറയുന്ന അമേരിക്കയിലെ ബ്ലാക്ക് പാന്തർ പാർട്ടിയുടെ ഒരു സൈദ്ധാന്തികയായിരുന്ന മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ്, ബ്ലാക്ക് മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് എന്നൊക്കെ പറയുന്ന അഞ്ജല ഡേവിസിൻ്റെ ആത്മകഥയിലാണിത് പറഞ്ഞു വരുന്നത്. അതായത് റേസിസം അടക്കമുള്ള വർഗപരമായ പ്രശ്നങ്ങളെ അടക്കം ചില ഇമോഷണൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ എന്നുള്ളതിൽ നിന്നും ഇതിൻ്റെ സിസ്റ്റമാറ്റിക്കായത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു മാർക്സിസ്റ്റ് ഡയലക്റ്റിക്കൽ തിങ്കിങ്ങിലേക്ക് ഞാൻ എത്തിയതിന് ശേഷമാണെന്ന് അഞ്ജല ഡേവിസ് അവരുടെ ആത്മകഥയിൽ പറയുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹം നടത്തിയിട്ടുള്ള സൈദ്ധാന്തികമായ ഒരു പോരാട്ടം അത് മാർക്സിസ്റ്റ് ഓർത്തഡോക്സിക്കെതിരെ നടന്ന പോരാട്ടമാണെന്ന് ഞാൻ പറയും, അങ്ങനെ വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ആത്മകഥയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ താല്പര്യത്തോടുകൂടി വായിച്ചതും എനിക്ക് ഏറ്റവും താല്പര്യം ഉണർത്തിയതും ഈ ഒരു സൈദ്ധാന്തിക പോരാട്ടത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. അത് വാസ്തവത്തിൽ ഈ ഒരു സൈദ്ധാന്തിക പോരാട്ടം തത്വചിന്താ ലോകത്ത് തുടങ്ങി വെക്കുന്നത് മാർക്സ് തന്നെയാണ്. മാർക്സിൻ്റെ തന്നെ സ്വയം തിരുത്തലുകളിലൂടെയാണ് മാർക്സിസ്റ്റ് ഓർത്തഡോക്സിയെ തിരുത്തുന്നത്. ദ ക്രിറ്റിക് ഓഫ് ഗോദ പ്രോഗ്രാം എന്ന് പറയുന്ന മാർക്സിൻ്റെ അധികം വായിക്കപ്പെടാതെ പോയ ഗുന്ദ്രസ അടക്കമുള്ള ഇതിലൂടെ സ്വയം തിരുത്തിയും സ്വയം വിമർശിച്ചും അങ്ങനെ വളരെ ജൈവികമായി നിലനിർത്തിയാണ് മാർക്സ് മുന്നോട്ട് പോയിരുന്നത്. ഈ മാർക്സിസ്റ്റ് ഓർത്തഡോക്സിക്കെതിരായ പോരാട്ടം ഒന്ന് മാർക്സ് തന്നെ തുടങ്ങി വെച്ചതാണ്. പിന്നീട് റോസ ലക്സംബർഗിലൂടെ, ഇറ്റലിയിൽ ഗ്രാംഷിയിലൂടെ, പിന്നീട് ഇങ്ങോട്ട് ഡീകൊളോണിയൽ മാർക്സിസ്റ്റുകൾ അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്സിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി നിന്നിട്ടുള്ള സെഡ്രിക് റോബിൻസൺ അടക്കമുള്ള ചിന്തകളിലൂടെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു തത്വചിന്താ പദ്ധതിയാണ്. അപ്പോൾ ഇതിൽ റോസ ലക്സംബർഗിൻ്റെ ബയോഗ്രഫി എഴുതിയിട്ടുള്ള ഒരു ജർമ്മൻ മാർക്സിസ്റ്റ്, ഒരു സമകാലിക ജർമ്മൻ മാർക്സിസ്റ്റ് എഴുത്തുകാരി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഹെർ ഹോൾ ലൈഫ് വാസ് ഡെഡിക്കേറ്റഡ് ടുവേർഡ്സ് പ്രിസർവിങ് ദ ഓർഗാനിസിറ്റി ഓഫ് മാർക്സിസം. അതായത് മാർക്സിസത്തിൻ്റെ ജൈവികതയെ നിലനിർത്തുക എന്നുള്ളതിന് വേണ്ടിയായിരുന്നു തൻ്റെ തത്വചിന്താ ജീവിതം മുഴുവൻ റോസ ലക്സംബർഗ് മാറ്റിവെച്ചിട്ടുള്ളത് എന്നുള്ളത്. ഈ ഭാഗത്തേക്ക് വായന എത്തിക്കഴിഞ്ഞപ്പോൾ ഇതും എനിക്ക് അനുഭവപ്പെട്ടു. പോക്കർ മാസ്റ്ററുടെ സൈദ്ധാന്തിക പോരാട്ടങ്ങളും ഈ മാർക്സിസത്തിൻ്റെ ജൈവികതയെ നിലനിർത്താൻ വേണ്ടി തന്നെയുള്ളതായിരുന്നു. അല്ലെങ്കിൽ ഇന്ത്യക്ക് ഉതകുന്ന രീതിയിൽ മാർക്സിസത്തെ എങ്ങനെ ഫ്രാൻസ് ഫാനൺ ഒക്കെ പറഞ്ഞിട്ടുള്ള പോലെ വി ഹാവ് ടു എക്സ്റ്റെൻഡ് മാർക്സിസം ഓർ വി ഹാവ് ടു സ്ട്രെച്ച് മാർക്സിസം എന്ന് പറയുന്നുണ്ട്. കൊളോണിയൽ സാഹചര്യങ്ങളിൽ മാർക്സിസത്തെ എങ്ങനെ വീക്ഷിക്കാമെന്നുള്ളതിനെ പറ്റി ഫ്രാൻസ് ഫാനൺ പറയുന്നുണ്ട്. അപ്പോൾ ഒരുതരം ഈ ചിന്തകർക്കൊക്കെ തന്നെ, അതായത് റോസ ലക്സംബർഗ് ആവട്ടെ, ഫാനൻ ആവട്ടെ, ഗ്രാംഷി ആവട്ടെ, സെഡ്രിക് റോബിൻസൺ ആവട്ടെ, വാൾട്ടർ റൂട്ട്നി ആവട്ടെ, ഈ രീതിയിൽ നവമാർക്സിസത്തെ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഒരുതരം യൂറോ സെൻട്രിസ്റ്റ്, USSR സെൻട്രിസ്റ്റ് മാർക്സിസത്തെ വിമർശിച്ചുകൊണ്ട് ഈ മാർക്സിസ്റ്റ് ചിന്താപദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോയ ആളുകൾക്കൊക്കെ കല്ലേറുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് അഞ്ജല ഡേവിസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരുതരം, അതായത്
അന്നത്തെ CPUSAയുടെ അടക്കം മാർക്സിസ്റ്റ് ഓർത്തഡോക്സിയുടെ വക്താക്കൾ പറഞ്ഞിരുന്നത് അനാവശ്യമായി ഇമോഷണലായ വിഷയങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കുകയാണെന്നാണ്. വംശീയത അടക്കമുള്ള, ലിംഗനീതി അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച്. പിന്നീട് ഇങ്ങോട്ട് സെഡ്രിക് റോബിൻസന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നും വിവേക് ചിബ്ബാർ അടക്കമുള്ള ഈ പറയുന്ന ഒരുതരം മാർക്സിസത്തിൻ്റെ വക്താക്കൾ ഇതേ വിമർശനങ്ങൾ സെഡ്രിക് റോബിൻസൺ അടക്കമുള്ള ആളുകൾക്കെതിരെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആഗോള തലത്തിലുണ്ടായ പോസ്റ്റ് കൊളോണിയൽ ലോകത്ത് ഒരുതരം ആഫ്രിക്കയിലെ നിയോ കൊളോണിയൽ സാഹചര്യത്തിലൂടെ USSRന്റെ തകർച്ചയ്ക്ക് ശേഷം അത് ഉയർന്നു വന്നിട്ടുള്ള ഈ ആഗോള നവമാർക്സിസ്റ്റ് ചിന്താ പദ്ധതിയിൽ ആണ് ഞാൻ പോക്കർ മാഷയുടെ ഇടപെടലുകളെയും പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നേരത്തെ ഡോക്ടർ പറഞ്ഞു, ഇതിനൊരു വിച്ഛേദനം വാസ്തവത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ മാഷ്ക്ക് പോലും ഗ്രാംഷിയെ തീവ്രമായി വായിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഗ്രാംഷിയെയും ഫാനനെയും അടക്കം കൂടുതൽ ഗൗരവത്തോടു കൂടി വായിക്കുന്നത് ബാബറി മസ്ജിദിൻ്റെ റിമോളിഷനും RSS ഒരുതരം ഗ്രാംഷ്യൻ ഭാഷയെ പറയുകയാണെങ്കിൽ ഒരുതരം ഒരു മാസ് ഹെജിമോണിക് ഫോഴ്സായി മാറുന്നു എന്നുള്ള തിരിച്ചറിവിലോടും കൂടിയാണ്. അപ്പോൾ പ്രധാനമായി ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണ്, അതായത് ഈ ബ്രാഹ്മണിസത്തെ എങ്ങനെ നമ്മൾ അഡ്രസ്സ് ചെയ്യും? ഇത് ഈ പറഞ്ഞൊരു തരം യാന്ത്രികമായ വർഗവാദത്തിലൂടെ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെ ഇതിനെ അഡ്രസ്സ് ചെയ്യണം? അല്ലെങ്കിൽ പിന്നീട് ഈ അംബേദ്കറെ സമന്വയം എന്നിപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ, ഡോക്ടർ ഖദീജ മുംതാസ് പറഞ്ഞ പോലെ സമന്വയം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇന്ന് ഈ പറഞ്ഞ മുമ്പ് പോക്കർ മാഷ് ഇത്തരത്തിലുള്ള നവമാർക്സിസ്റ്റ് ചിന്തകൾ മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ കല്ലെറിഞ്ഞ ആളുകൾ തന്നെ ഇപ്പോൾ ഏകദേശം എല്ലാവരും സമന്വയം എന്നുള്ളൊരു അംബേദ്കർ മാർക്സ് ഗാന്ധി സമന്വയം എന്ന് പറയുന്നൊരു പദ്ധതിയിൽ എത്തി നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ എന്തോ അതങ്ങനെ വളരെ ലളിതമായി സമന്വയിപ്പിച്ച് പോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ ചിന്തയല്ല അത് എന്നുള്ളൊരു വാസ്തവവും നമ്മുടെ മുന്നിലുണ്ട്. അവിടെ ഏറ്റവും കൃത്യമായി ഈ സമന്വയവാദത്തെ അല്ലെങ്കിൽ ആ സംവാദത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് ഇടപെട്ടിട്ടുള്ള ആളുകളിൽ ഒരാൾ കൂടിയാണ് പോക്കർ മാഷ് എന്നും എനിക്ക് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുൻപുള്ള അംബേദ്കർ മാർക്സ് സമന്വയം എന്നൊരു പുസ്തകം തന്നെയുണ്ട്, അതടക്കം വായിച്ചു കഴിഞ്ഞപ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇത്തരം പദ്ധതികൾ വാസ്തവത്തിൽ എന്തോ മാർക്സിസത്തെ വീക്കാക്കി കളയുന്നു, അല്ലെങ്കിൽ ദുർബലപ്പെടുത്തി കളയുന്നു എന്നൊക്കെയാണ് ഇന്നും പലരും ആ വാദം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ പെറി ആൻഡേഴ്സൺ ഒടുവിൽ നടത്തിയ പുസ്തകത്തിൽ എഴുതിയൊരു സംഭവമുണ്ട്, അത് ഇഫ് വൺ ഗുഡ് തിങ് came from the collapse of Soviet centrism, it is that Marxism finally was forced to decenter itself എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മാഷിൻ്റെ അവസാനത്തെ ചാപ്റ്ററിൽ പറയുന്ന പോലെ സംവാദങ്ങൾ മുന്നോട്ട് പോവേണ്ടതുണ്ട്, സംവാദങ്ങളിൽ തന്നെയാണ് പ്രതീക്ഷ. അവസാനമായി ഒരു പോയിന്റ് കൂടി എനിക്ക് പറയാനുള്ളത്, ഞാനടക്കമുള്ള ഈ തലമുറയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ ഒരു ലെഫ്റ്റ് സ്പേസിൽ നിന്നുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, അംബേദ്കറെ പറ്റി ലേഖനങ്ങൾ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് KN പോക്കർ മാഷും അന്ന് നടത്തിയിട്ടുള്ള സൈദ്ധാന്തിക ഇടപെടലുകളോടുകൂടി ഇവിടെ ഉണ്ടായ സ്പേസിൽ നിന്ന് മാത്രമാണ് എന്നുള്ളതാണ്. പറഞ്ഞുകൊണ്ട് എനിക്ക് അവസരം തന്നതിന് സണ്ണി മാഷോടും മറ്റ് കാലിക്കറ്റ് ബുക്ക് ക്ലബ് അംഗങ്ങളോടുമുള്ള നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട നവീൻ്റെ എഴുത്തുകൾ ധാരാളമായി വായിച്ചിട്ടുണ്ട്, പക്ഷേ നവീനെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. വളരെ കൃത്യതയോടുകൂടി നവമാർക്സിസത്തെക്കുറിച്ചും ബ്ലാക്ക് മാർക്സിസത്തെക്കുറിച്ചുമുള്ള പരിപ്രേക്ഷങ്ങളിലൂടെ കടന്നുപോകാൻ നവീന് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷം നവീൻ, ഒരു പ്രതീക്ഷയായിട്ട് ഞങ്ങൾ കാണുന്നു. നമ്മളോട് അടുത്ത് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഫസർ KN ആണ്. അതിനുശേഷം പോക്കർ മാഷുടെ എഴുത്തനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും. നന്ദി പറഞ്ഞിട്ടാണ് നമ്മൾ പിരിയുക എന്നുള്ള കാര്യം കൂടി അറിയാം. പ്രിയപ്പെട്ടവർ, ഈ പുസ്തക പ്രകാശന ആവിഷ്കാരത്തിൽ സാധാരണഗതിയിൽ ചടങ്ങ് എന്ന വാക്കായിരുന്നു പുസ്തക പ്രകാശനം എന്ന് കഴിഞ്ഞ ഉടനെ ചേർക്കേണ്ടിയിരുന്നത്. അങ്ങനെ തന്നെ ചേർക്കണമെന്ന് കരുതിയാണ് ഞാൻ പുസ്തക പ്രകാശന എന്ന് പറഞ്ഞ് ചടങ്ങ് എന്ന് പറയാൻ ശ്രമിച്ചപ്പോഴേക്കും ഇതുപോലുള്ളൊരു സദസ്സിൽ ചടങ്ങ് എന്ന് പറയുന്നത് അപ്രസക്തമാകും. അതുകൊണ്ടാണ് പുസ്തക പ്രകാശന ആവിഷ്കാരം എന്ന് ഞാൻ പറഞ്ഞത്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, കേരളം മുഴുവൻ, മലയാളികൾ മുഴുവൻ പപ്പേട്ടൻ എന്ന് ആദരവോടെ സ്നേഹത്തോടെ വിളിക്കുന്ന T. പത്മനാഭൻ എന്ന മലയാളത്തിൻ്റെ മഹാവിസ്മയത്തിൻ്റെ ശാരീരികമായ പ്രയാസങ്ങൾക്കിടയിലും
തൻ്റെ പ്രകാശന ദൗത്യം നിർവഹിച്ച് പോകുന്നതിന് പകരം ഡോക്ടർ PK പോക്കർ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ എഴുത്തനുഭവങ്ങൾ ഉൾപ്പെടെയുള്ള അവതരണം കൂടി കേട്ടതിന് ശേഷമേ എത്ര പ്രയാസമുണ്ടെങ്കിലും ഞാൻ പോവൂ എന്ന ആ തീർപ്പാണ്, ഉറച്ചുള്ള ഇരിപ്പാണ് ചടങ്ങ് എന്ന വാക്കുപേക്ഷിക്കാൻ എനിക്ക് ഊർജം പകർന്നത്. മറ്റൊന്ന്, ഈ പുസ്തകത്തെക്കുറിച്ച് മലയാളത്തിൻ്റെ അഭിമാനമായ പ്രിയപ്പെട്ട ഖദീജ മുംതാസ്, പ്രിയപ്പെട്ട പാറക്കടവ് എന്നിവർക്ക് പുറമെ അവരുടെ എല്ലാം പ്രഭാഷണങ്ങൾ ഏറെക്കുറെ മാസത്തിലൊരു 5 or 6 തവണ ഇതേ KP കേശവമേനോൻ ഹാളിൽ നിങ്ങളും ഞാനുമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നിവിടെ കേട്ട പ്രധാനപ്പെട്ട ഒരു ശബ്ദം നവീൻ പ്രസാദ് അലക്സിൻ്റെയാണ്. അദ്ദേഹം ഈ പുസ്തകത്തെക്കുറിച്ച്, അതിൻ്റെ സൈദ്ധാന്തിക പശ്ചാത്തലത്തെക്കുറിച്ച് വളരെ സംക്ഷിപ്തമായി സംസാരിച്ചു. പോക്കർ മാഷുടെ പുസ്തകത്തെക്കുറിച്ചൊരു ചെറിയ കുറിപ്പ് എഴുതുന്ന സമയത്ത് ഞാൻ തലക്കെട്ട് കൊടുത്തിരുന്നില്ല. ചെറിയ കുറിപ്പ് കഴിഞ്ഞ ആഴ്ചത്തെ മാധ്യമ വാരാന്ത പതിപ്പിൽ സാധാരണ ഞാൻ തലക്കെട്ടുകൾ ആദ്യം എഴുതി പിന്നീട് കുറിപ്പുകൾ എഴുതുകയാണ് പതിവ്. എന്നാൽ ഡോക്ടർ PK പോക്കറുടെ എരിക്കിന്തി എന്ന പ്രഭാഷണം നടത്തിയ എല്ലാവരും ആ എരിക്കിന്തിയെക്കുറിച്ചുള്ള തങ്ങളുടെ വ്യത്യസ്ത വായനകൾ അവതരിപ്പിച്ചു. അതേക്കുറിച്ച് എഴുതുമ്പോൾ തലക്കെട്ട് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് തലക്കെട്ട് ഞാൻ പ്രമോദ് ഗംഗാധരന്, മാധ്യമം വീക്കെൻഡിൻ്റെ എഡിറ്റർക്ക് ഒരു കടലാസിൽ മുരുക്കിൻ പൂവല്ല ഇതെരിക്കിൻ തീയാണ് എന്നെഴുതി ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഡബിൾ ഓക്കെ ആണ്. ഒരുപക്ഷെ ഈ പുസ്തകത്തെപ്പറ്റി എനിക്ക് പറയാനുള്ളത് മുഴുവൻ ആ തലക്കെട്ടിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് മുരുക്കിൻ പൂവല്ല, ഇത് എരിക്കിൻ തീയാണ്. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഈ പുസ്തകം തുടങ്ങുന്നത് പേര് പരിഹാസത്തിൽ നിന്നാണ്. ഈ പുസ്തകം അവസാനിക്കുന്നത് എന്ന് പറഞ്ഞുകൂടാ, ഒരു കോമയിട്ട് ആരംഭിക്കുന്നത് സംവാദങ്ങളുടെ അനിവാര്യത അമർത്തി പറഞ്ഞുകൊണ്ടാണ്. സത്യത്തിൽ നമുക്കിടയിൽ ഇതിലൊരു പക്ഷേ വിമർശന വിധേയമാകുന്നവരും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് സജീവമായി ഇടപെടുന്നവരും തങ്ങളുടെ പ്രതിഭയുടെ മുദ്ര പതിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രകാശം പരത്തിയവരുമാണ്. പക്ഷേ അതുകൊണ്ട് പ്രതിഭാശാലികൾക്ക് അന്ധമേഖലകൾ ഉണ്ടാവുകയില്ലെന്നോ ഉണ്ടാവാൻ പാടില്ലെന്നോ അതിന് XY വ്യത്യാസമൊന്നുമില്ല. മഹത്വത്തിലും അന്ധമേഖലകൾ ഉണ്ടാവും. അതവരുടെ അക്കില്ലസ് മടമ്പാണ്. അവിടെ തട്ടുമ്പോൾ ഏത് കരുത്തനും മറിഞ്ഞു കെട്ടി വീഴും. അത് ചൂണ്ടിക്കാണിച്ച് കൊടുക്കുന്നതാണ് മഹത്വത്തെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. അതുകൊണ്ട് മഹത്വത്തിലെ പ്രകാശമേഖലകളെ മാത്രമല്ല, അതിലെ അന്ധമേഖലകളും അടയാളപ്പെടുത്തേണ്ടതുണ്ട്. പല കാരണങ്ങളാൽ അത് അടയാളപ്പെടുത്തപ്പെടാതെ പോവുകയാണ് പതിവ്. അത് ഡോക്ടർ PK പോക്കർ പപ്പയുടെ ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ, ഈ പുസ്തകത്തിൻ്റെ പ്രകാശനാവിഷ്കാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിവർന്നു നിന്നുകൊണ്ട് വളരെ ധീരമായി വരും വരായികളെക്കുറിച്ചുള്ള ഒരു വേവലാതിയും കൂടാതെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തോട് എനിക്കുള്ള പ്രിയം. അതിലേറെ ഈ ഒരു സന്ദർഭത്തിൽ പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തെ അപഗ്രഥിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്കൊരു വാക്യത്തിൽ അതിനെനിക്ക് പ്രചോദനം നൽകിയത് എൻ്റെ തന്നെ സുഹൃത്തായ ഹമീദ് ചെന്നങ്ങുലിലാണ്. ആ സംഭവം ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം നമ്മൾ കാത്തിരിക്കുന്നത് ഡോക്ടർ PK പോക്കർ ഈ പുസ്തകത്തിൻ്റെ രചനയുടെ ഒരു പശ്ചാത്തലം അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരാളല്ല, ഒരാശയ ലോകത്തിൻ്റെ പ്രതിനിധിയാണ്. അതിന് നേരിടേണ്ടി വന്ന, ഇന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അതും ഒരു തീർപ്പല്ല,
തുടർ സംവാദത്തിനുള്ള അസംസ്കൃത പദാർത്ഥമായിരിക്കും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഞാൻ ഇദ്ദേഹത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ഓർക്കാട്ട് ഏരിയയും ഇന്ത്യക്കപ്പുറത്ത് ദൈക്ഷണികത തിളച്ചു മറിഞ്ഞ ഫ്രാൻസും ഒത്തുചേർന്നപ്പോൾ മലയാളത്തിന് ലഭിച്ച ഒരു ജനപക്ഷ പ്രതിഭയാണ് ഡോക്ടർ PK പോക്കർ എന്നാണ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിന് ഈ ഒരു വാചകം തന്നെ കൂടുതൽ വിശദീകരിക്കപ്പെടാനുണ്ട്. പക്ഷേ ഇതിനെനിക്ക് പ്രചോദനം നൽകിയത് എൻ്റെ തന്നെ സുഹൃത്തായ ഹമീദ് ചെന്നങ്ങലൂരാണ്. ഞങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരുന്നൊരു കാലത്ത്, ഇപ്പോൾ ആ വിധം പരസ്പരം പല കാരണങ്ങളാൽ കാണാറില്ല, കണ്ടുകൊണ്ടിരുന്നൊരു കാലത്ത് 1-2 ആഴ്ച കാണാതായപ്പോൾ പിന്നെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ എവിടെ പോയിരുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും പോക്കർ മാഷും കൂടി പഞ്ചാബിലെ സിക്കി യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രഭാഷണത്തിന് പോയി. അപ്പം നീ ഏത് ഭാഷയിലാണ് സംസാരിച്ചത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷിൽ. അതിന് നിനക്ക് ഇംഗ്ലീഷ് അറിയോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, പ്രസംഗിക്കാൻ ഇംഗ്ലീഷ് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്കറിയില്ല. പിന്നെ ഹമീദിൻ്റെ അടുത്ത കമൻറ്റ്, പിന്നെ ആ പോക്കർക്ക് മലയാളവും അറിയില്ല. അദ്ദേഹം ഉദ്ദേശിച്ചത് പോക്കർ മാസ്റ്റർ മലയാളം ഓർക്കാട്ടേരി മലയാളമാണ്. ഈ ഓർക്കാട്ടേരി മലയാളത്തിലെ ചില നീട്ടലും കുറുക്കലും ഒന്നും സ്റ്റാൻഡേർഡ് മലയാളമായിട്ട് പൊരുത്തപ്പെടില്ല എന്ന മട്ടിലാണ് ഹമീദ് ഒരു തമാശ പറഞ്ഞത്. ആ ഒരു തമാശയിൽ നിന്നാണ് ഞാൻ സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ദൈക്ഷണിക ജീവിതത്തിൻ്റെ സ്രോതസ്സ് കണ്ടുപിടിക്കാനുള്ളൊരു ശ്രമം നടത്തിയത്. അപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഓർക്കാട്ട് ഏരിയയും ഫ്രാൻസ് പ്രത്യേകിച്ച് എടുക്കാൻ കാരണം ദൈക്ഷണികത തിളച്ചു മറിഞ്ഞ. അതുമാത്രമല്ല, ഫ്രാൻസാണ് 1789 മഹാവിപ്ലവത്തിൻ്റെ സ്വാതന്ത്ര്യ സമത്വം സാഹോദര്യം ഇതിൻ്റെയൊക്കെ തുടക്കം ഫ്രാൻസാണ്. ലോക ഭൂപടത്തിൻ്റെ രാഷ്ട്രീയ മുഖച്ഛായ തിരുത്തിയെഴുതുന്നതിൽ ഫ്രഞ്ച് വിപ്ലവം വഹിച്ച പങ്ക് വളരെ കൂടുതലാണ്. നിരവധി ദൈക്ഷണികർ, ഇതെല്ലാം കൂടി ചേർന്നതാണ് ഡോക്ടർ PK പോക്കർ. അദ്ദേഹത്തിൻ്റെ ദൈക്ഷണിക ജീവിതത്തെക്കുറിച്ച്, ഈ ആത്മകഥയെക്കുറിച്ചൊരു വാക്ക് പറയാൻ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഡോക്ടർ KS മാധവൻ, അദ്ദേഹം ഈ ആത്മകഥയിൽ കടന്നു വരുന്നുണ്ട്. KS മാധവൻ എന്നോട് പറഞ്ഞു, ഇത് നിരവധി ആത്മകഥകൾക്കിടയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ഇതൊരു ദൈക്ഷണിക ആത്മകഥ കൂടി ആയിത്തീർന്നതുകൊണ്ടാണ്. ഇതിൽ പരാമർശിക്കപ്പെട്ട എഴുത്തുകാർ അവരെക്കുറിച്ച് കൂടി ഒരു കുറിപ്പ് ഇതിൽ കൊടുത്താൽ അത് വിപുലമായ ഒരു സൈദ്ധാന്തിക വായനയിലേക്കുള്ള ഒരു പ്രവേശനമായി തീരും. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇതിലേറെ ഈ പുസ്തകത്തെപ്പറ്റി കുറേ പറയാനുണ്ട്. അത് പിന്നീട് ഒരിക്കൽ പറയുകയോ എഴുതുകയോ ചെയ്യാൻ കഴിയുമെന്ന് സ്വയം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും പോലെ ഞാനും ഡോക്ടർ PK പോക്കർ മാഷിൻ്റെ ഇതിനോടുള്ള പ്രതികരണം കേൾക്കാൻ ഇവിടെ നടന്ന ഏറ്റവും ഗംഭീരമായ, ഞാൻ പല പ്രകാശന ചടങ്ങുകളിലും സദസ്സിലും വേദിയിലൊക്കെ ഇരുന്നിട്ടുണ്ട്, എന്നാൽ ഒരു പ്രകാശന ചടങ്ങിലും ഇത്രമേൽ സൂക്ഷ്മമായി, അതും വളരെ കുറഞ്ഞ വാക്കുകളിൽ പുസ്തകം ആവിഷ്കരിക്കപ്പെട്ടിട്ടില്ല. അത്തരമൊരു ആവിഷ്കാരം നിർവഹിച്ച മലയാളത്തിൻ്റെ എക്കാലത്തെ അഭിമാനമായ പപ്പേട്ടൻ എന്ന് എല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന ഇൻ്റലക്ച്വൽ ജയൻറ്റ് എന്ന് വിളിക്കാവുന്ന പല കാരണങ്ങളാൽ വിശദീകരിക്കുന്നില്ല. അദ്ദേഹത്തെ ഞാൻ ഒരു ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഇടപെടൽ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭമാണ്. അതിൻ്റെ പ്രധാന കാരണം എൻ്റെ ആത്മകഥയായിട്ടുള്ള ഇരിക്കിന്തി കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന കഥയിലെ കുലപതി തന്നെ ഈ സദസ്സിന് മുമ്പിൽ പ്രകാശിപ്പിച്ചു എന്നതാണ്. തീർച്ചയായും അതെനിക്ക് മറ്റൊരു സന്തോഷം കൂടി നൽകുന്നുണ്ട്. കാരണം ഞാൻ 70 വയസ്സ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെയായി ആ രീതിയിലേക്ക്, കാരണം ജീവിത സായാഹ്നത്തിലെത്തി എന്ന ഒരു ബോധ്യത്തിലായിരുന്നു. പക്ഷേ 97 വയസ്സുള്ള പപ്പേട്ടൻ ഇവിടെ വരുന്നു, പുസ്തകം പ്രകാശിപ്പിക്കുന്നു എന്ന് കാണുമ്പം ഞാൻ പണ്ട് സുർജിത്തിനോട് EMS പറഞ്ഞതുപോലെ
ഞാനിവിടെ ഒരു യുവാവായി അറിയാതെ മാറിപ്പോവുകയാണ്. അതുകൊണ്ട് തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇരട്ട സന്തോഷമുള്ള ഒരു സന്ദർഭമായി മാറുകയാണ്. എഴുത്തനുഭവമൊന്നും ദീർഘമായി പറയാൻ ഞാനിവിടെ ഉദ്ദേശിക്കുന്നില്ല. ഒന്ന് രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. ഒന്നാമത്, ആത്മകഥ എഴുതുന്ന അല്ലെങ്കിൽ എഴുതേണ്ട ഒരാളാണ് എന്ന ഒരു ബോധ്യം എനിക്കൊരിക്കലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എഴുതുന്നത് ബോറാണ് എന്ന് പലപ്പോഴും ചിന്തിച്ച ഒരാളുമാണ് ഞാൻ ആദ്യമായി ആത്മകഥാപരമായ ഒരു കുറിപ്പ് എഴുതേണ്ടി വന്നത് നമ്മുടെ ഡോക്ടർ ഖദീജ മുന്തസ് സൂചിപ്പിച്ചതുപോലെ 1997 തുഞ്ചൻപറമ്പിൽ വെച്ച് ഞാൻ കൂടി പങ്കെടുത്ത ഒരു വേദിയിൽ, ആ വേദിയിൽ ഞാനുണ്ടായിരുന്നു. മറ്റൊരു വ്യത്യസ്ത സെഷനുകളാണല്ലോ. ആ വേദിയിൽ വെച്ച് നമ്മുടെ മലയാളത്തിൻ്റെ ഒരു പ്രബലനായ പ്രിയപ്പെട്ട കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട്, പോക്കർ പോലുള്ളവർ യൂണിവേഴ്സിറ്റിയിൽ കയറിക്കൂടി ഈ ബുക്കാസയിലൂടെ എന്ന രീതിയിൽ തന്നെ ഇവിടെ ഡോക്ടർ പറഞ്ഞത് വളരെ കൃത്യമായി തന്നെ അവിടെ പറയുക മാത്രമല്ല, അത് അടുത്ത ദിവസം ചില പത്രങ്ങളിൽ അച്ചടിച്ച് വരികയും അതൊരു ലേഖന രൂപത്തിൽ തന്നെ മാധ്യമം വാരികയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്ത സന്ദർഭത്തിൽ ആണ് ഞാൻ ആദ്യമായി എന്നെക്കുറിച്ച്, ഞാൻ ഇന്നെന്നെ പോലെ പാസ്സായ ആളാണ്, ഇത്ര മാർക്ക് കിട്ടിയിരുന്നു, വലിയ നാണക്കേടാണ്, പക്ഷേ എന്നാലും PSCയിൽ 1ാം റാങ്കായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരുമ്പോൾ എനിക്ക് ഇന്നെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഒരു മനുഷ്യനോടും പറയാതെയാണ് ഞാൻ ഈ ഇൻ്റർവ്യൂവിന് വന്നത്. ഞാൻ ആകെ ചോദിച്ചത് എൻ്റെ ജീവിത പങ്കാളിയോടും 2 മക്കളോടുമാണ്. അവർ കുട്ടികളാണ്. എന്തായാലും ഞാൻ ചോദിച്ചു, യൂണിവേഴ്സിറ്റിയിൽ പോകാൻ ഇൻ്റർവ്യൂവിന് പോയാൽ എനിക്ക് കിട്ടും, പോകണമോ എന്ന്. തലേ ദിവസം രാത്രി, കാരണം അതിരാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടണം. ഇൻ്റർവ്യൂവിന് ഇവിടെ എത്തണമെങ്കിൽ ഞാൻ തലശ്ശേരി ചെറക്കുനിയിൽ താമസിക്കുകയാണ്, ബ്രണ്ടൻ കോളേജ് ജോലി ചെയ്യുകയാണ്. അപ്പം അവർ കുട്ടികളൊക്കെ തന്നെ എന്തായാലും പോയിക്കളാ കിട്ടിയാൽ പോകാതിരിക്കുകയോ ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കിട്ടിയാൽ പോകാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഉറപ്പിച്ച് പറയണമെന്ന് പറഞ്ഞപ്പം പോകാം എന്ന് പറഞ്ഞു. പിന്നീടാണ് മോള് പറയുന്നത്, ഒരു മോള് പറഞ്ഞത് എൻ്റെ അടുത്ത്, കാന്തമണീനെ കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ പോകാൻ പറഞ്ഞതാണ്. അത് കാന്തമണി സാർ എന്നെ പഠിപ്പിച്ച കാന്തമണി സാറെ പറ്റി വീട്ടിൽ നിന്ന് എപ്പോൾ പറയായിരുന്നു. അപ്പോൾ അത്രയും, കാരണം അവർ ചെറിയ കുട്ടികളാണ്. പക്ഷേ എന്നാലും ഈ കസാൻ സാക്കിസിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, 5 വയസ്സുള്ള കസാൻ സാക്കിസിനെ അവിടെ പൊരിഞ്ഞ യുദ്ധം നടക്കുന്ന കാലത്ത് അച്ഛൻ കൈപിടിച്ച് മേപ്പിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി, നമ്മളിവിടെ രാജ്യം വിടുകയാണ്, ഇവിടെ ജീവിക്കാൻ കഴിയുകയില്ല, അതുകൊണ്ട് എവിടെ പോകണമെന്ന് കാണിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. 5 വയസ്സുള്ള കുട്ടിക്ക് ഒന്നും കാണിച്ചു കൊടുക്കാൻ പറ്റുമോ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ? പക്ഷേ 5 വയസ്സായ കസാൻ സാക്കിസ് ഒരു സ്ഥലത്ത് കൈവെക്കുകയും ആ രാജ്യത്തേക്ക് അവനുമായി അച്ഛനും അമ്മയും ഒക്കെ രക്ഷപ്പെടുകയും ചെയ്ത സംഭവം കസാൻ സാക്കിസിൻ്റെ ആത്മകഥയിൽ വായിക്കുന്നത് 30-40 വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്, അതുപോലെ ഞാനും കുട്ടികളോട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ. ഒരു രാഷ്ട്രീയ നേതാവിനോടും ഒരു ഭരണാധികാരിയോടും പറയാതെയാണ് ഞാൻ അഭിമുഖത്തിന് പോയതും തൊഴിൽ കിട്ടിയതും. മാത്രമല്ല, അന്ന് പൂക്കാസ കേരളത്തിലോ യൂണിവേഴ്സിറ്റിയിലോ ഭരണത്തിലായിരുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ അപ്പം മുതൽ എന്നെ അതിന് മറുപടി പറയേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ ഒരു കഷ്ടമാണല്ലോ. അപ്പം തുടർന്നുള്ള ഈ ദിവസങ്ങളിലൊക്കെ തന്നെയും പല രീതിയിലായി ഈ തരത്തിൽ നമ്മൾ വിധേയമാകുന്നത്, ഒരു വ്യക്തി എന്നുള്ളത് കൊണ്ടല്ല ഞാൻ വിധേയമാകുന്നത് എന്ന് പിന്നീട് ഞാൻ തിരിച്ചറിയുകയാണ്. കാരണം പോക്കറെ പോലുള്ള ഒരാൾ തുഞ്ചൻപറമ്പിലൊക്കെ കയറിയിരിക്കുന്നത് ഈ സർവകലാശാലയിലൊക്കെ പോസ്റ്ററായതുകൊണ്ടാണ് എന്ന് അദ്ദേഹം വ്യക്തിപരമായി, വാസ്തവത്തിൽ ഞാനുമായി ഒരു പ്രശ്നമുള്ള ആളല്ല, അന്നുമല്ല ഇന്നുമല്ല. ഞാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളപ്പം അവിടെ വന്നിട്ടുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് ചായ കുടിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് അദ്ദേഹവുമായി എറണാകുളത്ത് നിന്ന് ഒന്നിച്ച് നടന്നിട്ടുണ്ട്, ചായ പങ്കിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന ഒരു വ്യക്തിവിരോധവും ഉണ്ടായിട്ടല്ല. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇത് ചില പ്രത്യേക വിഭാഗങ്ങളോടുള്ള ഒരു മേലാളത്ത മനോഭാവം എവിടെയോ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് വാസ്തവത്തിൽ പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് ആവിഷ്കരിക്കുമ്പോൾ ഞാൻ എന്നെക്കുറിച്ചല്ല വാസ്തവത്തിൽ പറയുന്നത്, എന്നെ മുൻനിർത്തി മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഡോക്ടർ പറഞ്ഞ പോലെ പാറക്കടവിനെ എൻ്റെ ഈ ഉദ്ധരണി വിമർശനാത്മകമായാണ്, അതേസമയം അതിൻ്റെ ഒരു അനിവാര്യതയും ആ അനിവാര്യതയിൽ ഉള്ള ഒരു സംഘർഷവും കൂടി അവതരിപ്പിക്കാൻ വേണ്ടിയാണ് യാദൃശ്ചികമായി ആ
ഒരു ഉദ്ധരണി അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഒരു ആത്മകഥ എഴുതുക എന്നുള്ളത് എൻ്റെ അജണ്ടയിലുള്ള കാര്യമായിരുന്നില്ല. അതങ്ങനെ എഴുതാൻ മാത്രമുള്ള ഒരാളാണ് ഞാനെന്ന് അപ്പോഴും ഇപ്പോഴും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മൾ ആരെങ്കിലും എഴുതിയില്ലെങ്കിൽ, തുറന്ന് പറഞ്ഞില്ലെങ്കിൽ, വാസ്തവത്തിൽ ഇതിലൂടെ കടന്നുപോയി വഴിയിൽ വീണു പോകുന്ന ഒട്ടനവധി മനുഷ്യരുണ്ടാവും. ഞാൻ അത്ഭുതകരമായി പലപ്പോഴും നേരത്തെ കണാരേട്ടൻ എന്നെ രക്ഷപ്പെടുത്തിയതുപോലെ പല ഘട്ടങ്ങളിലും അത്ഭുതകരമായി ഇങ്ങനെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ രക്ഷപ്പെടാത്ത എത്രയോ മനുഷ്യരുണ്ടാവുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. അതുകൊണ്ട് തീർച്ചയായും അവർക്കെല്ലാം വേണ്ടി ഈ ആത്മകഥ ഞാൻ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഇത് വായിക്കുന്നവർക്ക് ഇതുണ്ടാവാം. ഈ പുസ്തകം മുഴുവൻ വായിച്ച ശേഷം ബഹുഭാഷാ പണ്ഡിതനും വിവിധ ഭാഷകളിൽ നിരന്തരമായി എഴുതുന്ന ഷാജഹാൻ മാടമ്പാട്ട് എന്നെ വിളിച്ച് ഫോണിൽ പറഞ്ഞത് മാത്രമല്ല, അദ്ദേഹം ഒരു വേദിയിലും ദുബായിൽ വെച്ചൊരു വേദിയിലും പറയുകയുണ്ടായി, പോക്കർ മാഷ് ഈ ആത്മകഥയിൽ സ്വന്തം കാര്യം പറയാൻ, വ്യക്തിപരമായ കാര്യം പറയാൻ വളരെ പിശുക്ക് കാണിച്ചു എന്നാണ്. വളരെ ശരിയുമാണത്. കാരണം പിശുക്ക് ബോധപൂർവമല്ല. കാരണം ഞാൻ ഈ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി നിർവഹിച്ച ഈ ദൗത്യത്തിൽ എൻ്റെ വ്യക്തിപരമായ ഒട്ടനവധി കാര്യങ്ങൾ ചേർത്തിട്ടില്ല എന്നത് ഇനിയും വേണമെങ്കിൽ അത് ചേർക്കാം, അത് മറ്റൊരു കാര്യം. പക്ഷേ ഇതിനൊരു സന്ദർഭം കിട്ടിയപ്പോൾ ഈ പുസ്തകം ഈ രീതിയിൽ സമൂഹത്തിൽ വായിക്കപ്പെടട്ടെ എന്ന് കരുതി. എനിക്കിപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവം, ഞാനിപ്പോൾ വരുന്ന വഴിയിലും എൻ്റെ ഒരു സുഹൃത്ത് പുസ്തകം വാങ്ങി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളിക്കുകയുണ്ടായി. ഇന്നലെ കൂത്തുപറമ്പെന്നൊരു സുഹൃത്ത് വിളിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്നൊരു സുഹൃത്ത് വിളിക്കുകയുണ്ടായി. അങ്ങനെ അറിയുന്ന പല ആളുകളും ഇതിലുള്ള ഇപ്പം മണ്ണാൻ എന്ന് പറഞ്ഞത് ആ മണ്ണാനല്ല വണ്ണാനാണ് എന്ന് പറഞ്ഞ് എന്നെ ഒരു സുഹൃത്ത് വിളിക്കുകയുണ്ടായി. കാരണം ഞാൻ ആ പരാമർശ വ്യക്തിയുടെ ബന്ധുവാണ്, അയാൾ കൂത്തുപറമ്പെന്ന് വിളിക്കുകയാണ്. അപ്പം കുറേയധികം സമയം ഇതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ പറയുകയുണ്ടായി, ഞാൻ വണ്ണാൻ തന്നെ എഴുതിയത്. വാസ്തവത്തിൽ അവിടെ പ്രൂഫ് കറക്ഷനിൽ വന്നിട്ടുള്ള മാറ്റമാണ്. കാരണം ഞാൻ അയച്ചു കൊടുത്ത അത് നോക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ പല രീതിയിൽ ആളുകൾ ഗൗരവത്തിൽ ഇതിനെ കാണുന്നു എന്നുള്ളത്, വായിക്കുന്നു എന്നുള്ളത്, വായിച്ചത് വിനിമയം ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷം നൽകുന്നുണ്ട്. തീർച്ചയായും ഇന്നിവിടെ അപ്പേട്ടൻ്റെയും ഇവിടെ പങ്കെടുത്തുള്ള മറ്റുള്ള ആളുകളുടെ പേര് പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നെനിക്കറിയാം. പക്ഷേ പ്രത്യേകിച്ച് നേരത്തെ ഇവിടെ കെയ്യൻ സൂചിപ്പിച്ചതുപോലെ വളരെ യുവാവായിട്ടുള്ള, ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്ന ഇന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ നേരത്തെ കണ്ടിട്ടുണ്ടാവും, മറന്നുപോയതായിരിക്കും. അദ്ദേഹത്തിൻ്റെ അമ്മ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. പക്ഷേ ഈ യുവ എഴുത്തുകാരനെ, നിരൂപകനെ ഞാൻ ആദ്യമായാണ് ഇവിടെ കാണുന്നത്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളുടെ വാക്കുകൾ എനിക്ക് ഈ കാര്യത്തിൽ പ്രചോദനം നൽകുകയാണ്. തീർച്ചയായും ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളോടും അവർ വ്യക്തിപരമായി നമ്മൾക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഒരാളെ ഉപേക്ഷിക്കാറില്ല, ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. സത്യത്തിൽ ഒരു ഘട്ടത്തിലും വ്യക്തിപരമായി ഉള്ള ഈ ആശയപരമായുള്ള യോജിപ്പിൻ്റെയോ വിയോജിപ്പിൻ്റെയോ മണ്ഡലത്തിൽ മുൻനിർത്തി ഞാൻ ആളുകളെ ഉപേക്ഷിക്കാറില്ല. കാരണം എല്ലാവർക്കും ഒരുപോലെ ഒരു വീട്ടിൽ പോലും ചിന്തിക്കാൻ കഴിയുന്നില്ലല്ലോ. പിന്നെ സമൂഹത്തിൽ സ്വാഭാവികമല്ലേ. അതുകൊണ്ട് അങ്ങനെ സംസ്കാര കേന്ദ്രിതമായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ വാസ്തവത്തിൽ വിഭാവനം ചെയ്യേണ്ടത്. അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ, പ്രത്യേകിച്ച് എന്തായാലും MA എടുത്തു, PhD എടുത്തു, ആ രംഗത്ത് തൊഴിലിലെത്തിപ്പെട്ടു. ഈ ഒരു രംഗത്ത് നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓരോ മനുഷ്യനും നമ്മുടെ സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, ഒപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി, പീഡിതർക്ക് വേണ്ടി, മർദ്ദിതർക്ക് വേണ്ടി, പ്രാന്തവൽക്കരിക്കപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയാനും എഴുതാനും കഴിയേണ്ടതുണ്ട് എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് ഈ ആത്മകഥയും രൂപപ്പെട്ടത്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ള സന്തോഷത്തിനും സ്നേഹത്തിനും സൗഹൃദത്തിനും നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് ആ വാക്കുകൾ വാസ്തവത്തിൽ സ്ഥിരമായി ആവർത്തിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അർത്ഥം ഒന്നും കൺവേ ചെയ്യില്ല എന്നെനിക്കറിയാം. പക്ഷേ എങ്കിലും എൻ്റെ നിങ്ങളോട് മുഴുവൻ നിങ്ങളെല്ലാവരോടുമുള്ള സ്നേഹം പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി. കോഴിക്കോടിൻ്റെ ഒരു സാംസ്കാരിക മുഖമാണ് പ്രിയപ്പെട്ട വിൽസൺ സാമുവൽ. ഈ ചടങ്ങിന് ഔപചാരികമായി നന്ദി പറയും. പ്രിയമുള്ളവരെ, കാരിക്കൽ ബുക്ക് ക്ലബിൻ്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടിയിലെ ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തമാണ് നമ്മൾ പിന്നിട്ടത്. പോക്കർ മാഷുടെ എരിക്കൻ തീ എന്ന ആത്മകഥ പ്രകാശനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത്.
അത് നമുക്ക് ലഭിച്ചത് പപ്പേട്ടനെയാണ് എന്നുള്ളതാണ് ബുക്ക് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായി ഞങ്ങൾ കാണിക്കുന്നത്. സ്നേഹത്തിൻ്റെ ഭാഷയിൽ ബുക്ക് ക്ലബിന് വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുക എന്ന ദൗത്യമാണ് ഞാൻ നിർവഹിക്കുന്നത്. അതോടൊപ്പം ചടങ്ങിൽ പങ്കെടുക്കുകയും പ്രകാശന കർമ്മത്തിൽ അത് ബുക്ക് ഏറ്റുവാങ്ങിയും കൊണ്ട് നമ്മൾ PK പാറക്കോട് മാഷയ്ക്ക് തന്നെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഖദീജ മുന്തസിന് മുഖ്യ പ്രഭാഷണം. ഇതിലേറെ എനിക്ക് പറയേണ്ടിയിരിക്കുന്നത് നവീനെക്കുറിച്ചാണ്. ഒരു ഏറ്റവും നമുക്കൊക്കെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഭാഷണമാണ് അദ്ദേഹം ഇവിടെ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചത്. നവീനോടുള്ള സ്നേഹം വാക്കിലതീതമാണ്. ബുക്ക് ക്ലബിൻ്റെ സ്നേഹനിർഭരമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതിൻ്റെ അധ്യക്ഷത വഹിച്ച സണ്ണി മാസ്റ്റർ, പിന്നെ KN നമ്മളൊപ്പമുള്ള ഒരാളാണ്. നന്ദി പറഞ്ഞാൽ ചിലപ്പം ചീത്ത പറയേക്കാം, എന്നാലും ഔദ്യോഗികരുടെ പേരിൽ നന്ദി പറയുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ഈ ഒരു ചടങ്ങ് വളരെ മനോഹരമാക്കി തീർക്കുകയും ചെയ്ത നിങ്ങളോടാണ് എനിക്ക് ഏറെ കടപ്പാടുള്ളത്. ബുക്ക് ക്ലബിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്നും സസൂക്ഷ്മം വീക്ഷിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടുള്ള സ്നേഹനിർഭരമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് അവസാനം കുറിക്കുകയാണ്. അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ ചടങ്ങ് അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.